എന്താ പേര്? കേട്ടില്ല. സിംഗപ്പൂര് ദൈവമക്കളെ പള്ളിയില് ഇനി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന ആരാണ്? കേട്ടില്ല. ആരാണ് പത്രോസ്? മറുപടി പറഞ്ഞു. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒന്നാമനായിരുന്നു പത്രോസ്. നമ്മുടെ ഈ പള്ളിയിലെ ധ്യാനം നടത്താൻ വേണ്ടി ക്രമീകരിക്കും. ഇനി പറയാൻ പോകുന്ന ഉദാഹരണമാണ് കേട്ടോ, വാസ്തവമല്ല. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങാം. നമ്മുടെ പള്ളിയിൽ ഈ വർഷം നടത്താൻ പോകുന്ന ഈ ദൈവമക്കളുടെ ധ്യാന ശുശ്രൂഷയ്ക്ക് നമുക്ക് പുതിയൊരാളെ കൊണ്ട് പ്രസംഗിപ്പിക്കണമെന്ന് ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ദൈവമക്കളെ നറുക്കം വേണ്ടത് ആർക്കാണെന്ന് അറിയാമോ? പത്രോസിന്. ആർക്കാ നറുക്കം വേണ്ടത്? മറുപടി പറഞ്ഞേ. ഈ തവണത്തെ 2015 ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തീരുമാനമെടുത്തു. ഇന്ന് വരെ കേട്ട ഒരു ശബ്ദവും ഇവിടെ കേൾക്കേണ്ട, പുതിയൊരു ശബ്ദം നമുക്ക് ഈ പള്ളിയിൽ കേൾക്കണം. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത ആരെയാണ്? ഒന്ന് പറഞ്ഞു. നിങ്ങൾ പ്രസംഗിച്ചത് മാത്രമേ എനിക്ക് മറുപടി പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ പറയുന്നത് ധ്യാന ശുശ്രൂഷയാണ്, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന് നമുക്കുണ്ടാകട്ടെ. നിങ്ങൾ ഈ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി കടന്നു പോകണം. എങ്കിൽ മാത്രം ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ആത്മാവിൽ നിറയാനും കഴിയത്തുള്ളൂ. അല്ല എങ്കിൽ വെറുതെ ഇരുന്നേച്ച് പോകാൻ മാത്രമേ ഉള്ളൂ. അസ്വസ്ഥരാകരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇനിയുടെ പ്രസംഗം നടത്താൻ പോകുന്നത് പത്രോസ് ഉപദേശിയാണ്. ആരാണ് പത്രോസ്? ലോകം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ചും ഏറ്റവും ശക്തനായ വാഗ്മി. പെരുവെല്ലെ പൊതി നിന്നുകൊണ്ട് ധീരധീരം ഘോരഘോരം തമ്പുരാന്റെ വചനങ്ങളെ വായിക്കകത്തിന് അമ്മാനമാണെന്ന ഉലകം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ചും ഏറ്റവും ശക്തനായ പ്രഭാഷകനാണ് ആര്? പത്രോസ്. പത്രോസിനെ വിളിച്ച ഈ വർഷത്തെ കൺവെൻഷൻ പ്രസംഗിപ്പിക്കാൻ നമ്മൾ തീരുമാനമെടുത്തു. പത്രോസ് ഉപദേശിക്ക് പ്രോഗ്രാം കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു നിർദ്ദേശം കൊടുത്തു. പത്രോസ് ഉപദേശി സിംഗപ്പൂർ പള്ളിക്ക് ധ്യാനം നടത്താൻ വേണ്ടി അവിടുന്ന് കടന്നു വരുമ്പോൾ ചപ്പടാച്ചി അടിച്ച് കടന്നു പോകരുത്. ഞങ്ങളൊരു വിഷയം നൽകുകയാണ്, അതിനെക്കുറിച്ച് അവിടുന്ന് പ്രസംഗിക്കണം. പ്രസംഗിക്കാൻ കൊടുത്ത വിഷയം ഇങ്ങനെയാണ്: സഹനത്തെ കുറിച്ചും ക്ഷമയെ കുറിച്ചും വിനയത്തെ കുറിച്ചും പ്രസംഗിക്കണം. ഏതിനെ കുറിച്ച് പ്രസംഗിക്കണം? സഹനം, ക്ഷമ, വിനയം. എല്ലാവരും പറഞ്ഞേ. ദൈവമക്കളെ 1.5 മണിക്കൂർ പ്രസംഗിക്കാനാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തത്. എത്ര മണിക്കൂർ പ്രസംഗിക്കാനാണ്? 1.5 മണിക്കൂർ. മറക്കരുത്. ഞാൻ അല്പം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, പ്രസംഗത്തിന്റെ പോയിന്റ് എന്തായിരുന്നു? പ്രമേയം സഹനം, ക്ഷമ, വിനയം. വെളുപ്പാങ്കാലത്ത് വീട് വിട്ടിറങ്ങിയിട്ട് വൈകുന്നേര സമയത്ത് മുടി കഴിഞ്ഞ് മൃഗത്തെ പോലെ ഇടഞ്ഞു കടന്നു വന്ന് ഭാര്യയെ ഒരിച്ചു നിർത്തി മുതുകിന് കയറി മുട്ടിയുരുട്ടി മുട്ടുമ്പോൾ എങ്ങനെ ഹല്ലേലൂയ പറയണം? ഇതായിരുന്നു പത്രോസിന്റെ പ്രമേയം. ദൈവമക്കളെ, മൂക്കത്തെ ഈച്ചയിരിക്കുമ്പോൾ വാളെടുത്ത് വെട്ടുന്ന ഭർത്താവിന്റെ അടുക്കൽ എങ്ങനെ അച്ചായനെ വിളിച്ചുകൊണ്ട് കടന്നു ചെല്ലണം? ഇതായിരുന്നു ആരുടെ പ്രസംഗ വിഷയം? സഹനം, ക്ഷമ, വിനയം. ദൈവമക്കളെ, 1.5 മണിക്കൂർ സമയം നമ്മളുടെ അവസരം കൊടുത്തു. ഇവിടെ നിന്നുകൊണ്ട് പത്രോസ് ഉപദേശിച്ച് ധീരധീരം ഘോരഘോരം തമ്പുരാന്റെ വചനങ്ങളെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. എങ്ങനെ സഹിക്കണം, എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ വിനയപ്പെടണം. 1.5 മണിക്കൂർ നേരത്തെ ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് പത്രോസ് ഉപദേശിച്ച് ഇവിടം വിട്ട് ദൈവമക്കളെ അടുത്ത വണ്ടിക്ക് സ്റ്റാൻഡ് വിട്ടു. ഞാൻ ബൈബിളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവാകും യേശുവിനെ മഹാപുരോഹിതന്മാരുടെ ദാസരും സേവകരും കൂടെ കടന്നു വന്ന് പിടിച്ച് വിലങ്ങ് വെച്ച വിസ്താരത്തിലൂടെ വലിച്ചടയ്ക്കുമ്പോൾ ഈ പത്രോസ് ഉപദേശി എന്ത് ചെയ്തു നിങ്ങൾക്കറിയാമോ? ബൈബിളിൽ വെളിപ്പെടുത്തുന്നു. അരയിൽ കിടക്കുന്ന വാളെടുത്ത് മഹാപുരോഹിത ദാസൻ മൽക്കോസിന്റെ കാതറത്ത് നിലത്തിട്ടു. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇത്രയും നേരം ഇവിടെ നിന്ന് എന്നെ പ്രസംഗിച്ചത് നിങ്ങൾ ഉടനെ മാത്രമേ ഉള്ളൂ. ആത്മാവില്ല. ആത്മാവിലെ ശരീരം എങ്ങോട്ടുള്ളതാണെന്ന് അറിയാമോ? ഇവിടത്തേക്കുള്ളതല്ല. പഠിപ്പിക്കാൻ ആഗ്രഹം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൽ ഉണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഈ മക്കളെ, ഇത്രയും സമയം 1.5 മണിക്കൂർ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചത് ആരായിരുന്നു? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമേയം? സഹനവും ക്ഷമയും വിനയവുമായിരുന്നു. എന്നാൽ യേശുവിനെ മഹാപുരോഹിതരുടെ ദാസരും സേവകരും കൂടെ പിടിച്ച് വിസ്താരത്തിന് വേണ്ടി വലിച്ചടച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പത്രോസ് എന്താ ചെയ്തത്? അരയിൽ കിടക്കുന്ന വാളെടുത്ത് ഒരു മനുഷ്യന്റെ കാതറത്ത് നിലത്തിട്ടു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ മക്കളെ പത്രോസ് ഉപദേശി ഈ മനുഷ്യന്റെ കാതറത്ത് നിലത്തിടാൻ കാരണമായി തീർന്നത്? ശ്രദ്ധിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിന് പ്രസംഗമുണ്ടായിരുന്നു, ഹല്ലേലൂയായ സ്തോത്രം ഉണ്ടായിരുന്നു. പക്ഷേ പത്രോസിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത്രയും നേരം ഇവിടെ നിന്നോണ്ട് എന്താ പ്രസംഗിച്ചത്? സഹനം, ക്ഷമ,
വിനയം. ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ പത്രോസ് വാളെടുത്ത് വെട്ടി. അതിന്റെ കാരണം പത്രോസിന് എല്ലാം ഉണ്ടായിരുന്നു, പ്രസംഗം ഉണ്ടായിരുന്നു, പക്ഷേ ആരുണ്ടായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹിതന്മാരെ, ഭാര്യ ഒന്ന് പറയുമ്പോൾ കൈനൂർത്ത് മുട്ടിയുരുട്ടി മുട്ടാൻ വേണ്ടി നിൽക്കുന്ന അച്ചാച്ചന്മാർ ഇവിടെ ഇരിക്കുന്നില്ലേ? ഭർത്താവ് ഒന്ന് പറയുമ്പോൾ അടുക്കളക്കകത്ത് ദൈവമക്കളെ കലണ്ടൂടെ കൂട്ടിയിടിക്കുന്ന ചേട്ടത്തിമാർ ഇവിടെ ഇരിക്കുന്നില്ലേ? പിള്ളേര് സുണ്ടിത്തരം കാണിക്കുമ്പോൾ കുരുത്തക്കൾ ഒപ്പിക്കുമ്പോൾ ദൈവമക്കളെ അലറിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്നില്ലേ? പലപ്പോഴും നമ്മൾ തന്നെ ചോദിച്ചിട്ടില്ലേ, പറഞ്ഞില്ലേ, എന്റെ ദൈവമേ, എനിക്ക് തന്നെ എന്നെ തന്നെ പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? പൊട്ടിത്തെറിക്കാൻ കാരണം പള്ളി പോകാത്തതല്ല, പ്രാർത്ഥിക്കാത്തതല്ല, ആരാധിക്കാത്തതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയത്തിനകത്ത് കുടികൊള്ളാത്തത് കൊണ്ടാണ് നമ്മൾ പൊട്ടിത്തെറിക്കാൻ കാരണമെന്ന് ദൈവത്തിന് അവരെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സംഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു മനുഷ്യനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പേര് പറയത്തില്ല, ഊരും പറയത്തില്ല, സംഭവം മാത്രം ഞാൻ വെളിപ്പെടുത്തും. പരിശുദ്ധ കുർബാന ദൈവാലയത്തിനകത്ത് ആരംഭിക്കുന്നതിന് മുമ്പ്, വെളിവ് നിറഞ്ഞോ ഈശോ എന്ന ഗാനം പാടുന്നതിന് മുമ്പ് ദൈവാലയത്തിനകത്ത് കടന്നു വന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജോലി തടിപ്പണിയാണ്. എന്താ ജോലി? ദൈവങ്ങളെ സമൂഹത്തിൽ ഏറ്റവും ദുർഘടമായ ബുദ്ധിമുട്ടുള്ള ജോലിയിൽ ഒരു ജോലിയാണ് തടിപ്പണി. രണ്ടാമത്തേത് പാറപ്പണി, മൂന്നാമത്തേത് ടാറിംഗ് ജോലി. എല്ലാം പഠിപ്പിക്കാൻ പോകുന്നില്ല. ഈ തടിപ്പണിക്കാരനാകുന്ന മനുഷ്യൻ തടിപ്പണി കഴിഞ്ഞ് വിയർത്ത് പൊരിഞ്ഞ് ദൈവങ്ങളെ വിശന്ന വയറുമായി ഭവനത്തിനകത്ത് കയറി വന്നു. ഈ മനുഷ്യൻ ആദ്യം കയറി ചെന്നത് അടുക്കളക്കകത്താണ്. എവിടെയാ കയറി ചെന്നേ? അടുക്കളക്കകത്ത് കയറി ചെന്നപ്പോൾ കണ്ടത് ദൃശ്യം എന്ന് പറയുന്നത് തീയും തിരിയുമില്ലാതെ കുറെ കഞ്ഞി അടപ്പേ കിടക്കുന്നു. ദൈവങ്ങളെ മൂടി പൊക്കി നോക്കി, കഞ്ഞി പകുതി വെന്തു, പകുതി വെന്തില്ല. ഈ മനുഷ്യൻ മുറിക്കകത്തേക്ക് കടന്നു വന്നപ്പോൾ കണ്ടുവന്ന ചിത്രം ഇങ്ങനെയാണ്. തന്റെ പ്രിയങ്കരിയാകുന്ന ഭാര്യ റിമോട്ട് എടുത്ത് കയ്യിൽ പിടിച്ച് കാലുമേ കാല് കയറ്റി വെച്ച് ഏഷ്യാനെറ്റ് കൈരളിയും അടിച്ചടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ എന്തു ചെയ്തു എന്ന് നിങ്ങൾ കേൾക്കണ്ടേ? മെല്ലെ അങ്ങോട്ട് കടന്നു ചെന്ന് ഈ കേബിളിന്റെ കണക്ഷൻ മെല്ലെ അങ്ങ് വിച്ഛേദിച്ചു. ഈ ടി വി എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ പുറത്തിരിക്കുന്ന ഒരു മുട്ടക്കല്ലിന്റെ പുറത്തേക്ക് ഇട്ടു. കഞ്ഞിക്കകത്ത് പപ്പടം പൊടിയുന്ന പോലെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ടി വി ഭസ്മമായി തീർന്നു. പള്ളിയകത്ത് പരിശുദ്ധ ആരാധന അരങ്ങേറുന്ന സമയത്ത് ആദ്യം കടന്നു വന്ന് കൈകൂപ്പിക്കൊണ്ട് വെളിവ് നിറഞ്ഞ ഈശോ എന്ന ഗാനം ഈണത്തിൽ പാടുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ഈ ടി വി തല്ലിപ്പൊട്ടിക്ക് ഇടയായി തീർന്നു? മറുപടി പറയേണ്ട അച്ഛൻ, ഈ മനുഷ്യന് വെളിവ് നിറഞ്ഞ ഈശോ എന്ന പാട്ടുണ്ടായിരുന്നു, ഹല്ലേലൂയായ സ്തോത്രവും ഉണ്ടായിരുന്നു. ഇവന്റെ ഹൃദയത്തിനകത്ത് എന്തുണ്ടായില്ല? കേട്ടില്ല, കേട്ടില്ല. മക്കളെ, സഹോദരന്മാരെ, നമ്മൾ പൊട്ടിത്തെറിക്കാൻ കാരണം, നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതിന്റെ കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് ആരും വസിക്കുന്നില്ല. ഈ പരിശുദ്ധ ആത്മാവ് നമ്മൾ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ പഠിപ്പിക്കുന്നു, യാചിപ്പൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞേ, പള്ളി മാറണം, എന്തേ വേണ്ടാത്ത പട്ടക്കാരെ ഉപേക്ഷിക്കണം, അടുത്ത ഓഡിറ്റോറിയത്തിൽ പോകണം. ഒറ്റ കാര്യം ചെയ്യുക, യാചിപ്പൻ എന്നാൽ എന്തിനെ കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും. ഒരു സംഭവം കൂടി ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ 22,000 രൂപ വില വരുന്ന ഒരു തേക്കിന്റെ കതവ് 2 നിലയെ പടുത്തുയർത്ത് വീടിന്റെ താഴത്തെ നിലയിൽ ഫിറ്റ് ചെയ്തു. എന്നാ തടിയണ്ട? എത്രായിരം രൂപ വില വരുന്നു? 22,000 രൂപ വില വരുന്ന ഒരു തേക്കിന്റെ കതക് 2 നില വീടിന്റെ താഴത്തെ നിലയിൽ അദ്ദേഹം ഫിറ്റ് ചെയ്തു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, തമ്പുരാനെയാണ് അതിനകത്ത് കൊത്തിവെച്ചിരിക്കുന്നത്. ആര് കൊത്തിവെച്ചേക്കുന്നത്? തമ്പുരാനോട് മനസ്സിലാക്കി നിൽക്കില്ലേ? ദൈവത്തെ കൊത്തിവെച്ചേക്കുകയാണ്. അതിനർത്ഥമുണ്ട് തമ്പുരാൻ അകത്തില്ല, ഇവിടെ ഉണ്ടെന്നാണ്. ഇവിടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യ ദൈവമക്കളെ ഒരു ദിവസം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് 22,000 രൂപ വില വരുന്ന ഈ കതകിന്റെ ഒരു ഓടാമ്പൽ സാക്ഷാ കൊളുത്ത കുറ്റി അദ്ദേഹത്തിന് നെറ്റിയെ കൊണ്ടു. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്ന അറിയാമോ? നെറ്റ് തിരുമ്മിക്കൊണ്ട് അടുക്കളക്കകത്ത് കയറി സ്റ്റോർ തുറന്ന് മുറിയുടെ മൂടക്കകത്ത് ക്രമീകരിച്ച് വെച്ച മൂർച്ചയുടെ മഴുവെടുത്തുകൊണ്ട് വന്ന് 22,000 രൂപ വില വരുന്ന ഈ തേക്കിന്റെ കഥ കുത്തിപ്പൊളിച്ച് വിറ്റതിടുകയാണ്.
മനുഷ്യൻ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പൊട്ടിത്തെറിക്കാൻ കാരണം, പ്രതികരിക്കാൻ കാരണം? മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ആര് വസിക്കുന്നില്ല? ഇന്ന് ഈ ധ്യാനകേന്ദ്രത്തിനകത്ത്, ഈ പരിശുദ്ധമായ ആരാധനയ്ക്കകത്ത് പങ്കാളികളാകുന്ന വാത്സല്യ സഹോദരിമാരെ, സ്നേഹിതന്മാരെ, നമ്മൾ പൊട്ടിത്തെറിക്കാൻ കാരണം, പ്രതികരിക്കാൻ കാരണം, ഒരടെ കൊണ്ടുകൊണ്ട് പെരുവരലെ കുത്തിയതുകൊണ്ട് അടുക്കളക്കകത്ത് ദൈവമക്കളെ അരങ്ങ് തകർക്കാൻ കാരണം പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. ഒരു ഹാലലൂയ പറഞ്ഞില്ലവരും, ഒരു ഹാലലൂയ പറഞ്ഞില്ലവരും, സ്വരമുയർത്തി പറഞ്ഞേ ദൈവത്തിനകത്തും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പത്രോസ് ദൈവമക്കളെ 1.5 മണിക്കൂർ സമയം ഇവിടെ നിന്നുകൊണ്ട് ധീരധീരം ഓരോ പ്രസംഗിച്ചു, അല്ലേ? എന്താ പ്രസംഗിച്ചത്? എങ്ങനെ സഹിക്കണം, എങ്ങനെ ക്ഷമിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ഈ പത്രോസ് എന്ത് ചെയ്തു? വാളെടുത്ത് വെട്ടി. ആരുടെ തലയാ കാതറത്തിട്ടത്? മൽക്കോസിന്റെ കാതറത്ത് നിലത്തിട്ടു. യേശു നോക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ കാത് പല്ലിയുടെ വാലം നിലത്ത് കിടന്ന് പിടയ്ക്കുന്ന പോലെ നിലത്ത് കിടന്ന് പിടയ്ക്കുമ്പോൾ യേശു പറഞ്ഞു, പത്രോസെ വാള് നീ മറുപടി പറഞ്ഞു ഉറയിലിടുക. യേശു കടന്നിയെന്ന് ആ കാതെടുത്ത് യഥാസ്ഥാനത്ത് പിടിപ്പിച്ചു, അവന് സൗഖ്യം കൊടുത്തു എന്ന് ദൈവത്തിന് വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി സാക്ഷ്യമുള്ള നിർമ്മലമായ ജീവൻ നയിക്കാൻ കഴിയണമെങ്കിൽ വ്യക്തികളുടെ ഹൃദയത്തിനുള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണം. ആരാ കടന്നു വരേണ്ടത്? പരിശുദ്ധാത്മാവ് കടന്നു വരണം. ഞാൻ അല്പം കൂടി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായം 12-ാം തിരുവചനം നമുക്ക് വേഗത്തിൽ വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന് 12-ാമത്തെ തിരുവചനം. എബ്രായ ലേഖനം 5-ാം അധ്യായം 12-ാം തിരുവചനം. എബ്രായ 5:12. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിനുണ്ടാകട്ടെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്ന പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൈകളിലുള്ള എല്ലാ വസ്തുക്കളും താഴെ വെച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളുടെ മാത്രം നിങ്ങൾക്ക് എടുത്തു പിടിക്കാം. ബാക്കി എല്ലാ വസ്തുക്കളും താഴെ വെച്ചുകൊണ്ട് ദൈവങ്ങളെ പരിസരങ്ങളെ മറന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിറയപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശിഷ്യന്മാരും ആളുകൾ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഈ പ്രൗഢമായ ശുശ്രൂഷയുടെ 1-ാമത്തെ നിമിഷത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുവാൻ, പൂരിതരാകുവാൻ നമുക്ക് നമ്മെ ദൈവകൈകളിലേക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷ ഏറ്റവും മഹത്തരമായി തീരുവാൻ കർത്താവ് വിനയത്തിന്റെ ആത്മാവിനെ കൊടുക്കുന്ന, സഹനത്തിന്റെ ആത്മാവിനെ കൊടുക്കുന്ന, കർത്താവെ സാക്ഷ്യത്തോടെ വളരെ കൃപ കൊടുക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് പറഞ്ഞയക്കണമേ എന്ന് നമുക്ക് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ മക്കളോട് ചേർന്ന് പരിശുദ്ധാത്മാവെ ശക്തി പകരണമെന്ന ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന ഒരാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന ഒരാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തെ കോപങ്ങളോടിടുവാൻ സാധാരണ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തെ കോപങ്ങളോടിടുവാൻ സാധാരണ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ. കരമേൽത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ നമുക്ക് ചേർന്നിരിക്കാം. ക്ഷീണമായുള്ളവർക്കും ദൈവവചനത്തിന്റെ ശുശ്രൂഷയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. വായിച്ചു കേട്ടതായ തിരുവചനം എന്ന് പറയുന്നത് ഏതാണ്? എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനമാണ്. അവിടെ ഇങ്ങനെയാണ് ദൈവാത്മ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ആദ്യപാഠങ്ങളെ പോലെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ട യുവജന മക്കളെ, എബ്രായ ലേഖനത്തോടെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ് കാലം നോക്കിയാൽ. നിങ്ങൾ ഇവിടെ നോക്കിയിരുന്നേ, ശ്രദ്ധിച്ചിരുന്നേ. ഹല്ലേലൂയ. കാലം നോക്കിയാൽ എല്ലാവരും പറഞ്ഞ വാക്ക്. ദൈവമക്കളെ, താഴ്ഭാഗത്ത് ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാലം നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരായിരുന്നു. ആരാകേണ്ടവരായിരുന്നു? എന്താണ് ഉപദേഷ്ടാക്കന്മാർ എന്ന് പറഞ്ഞ അർത്ഥം? ഒറ്റ വാക്ക്, ഉപദേശിമാർ. വചനത്തിൽ നിശ്ചയമുള്ളവർ, വചനത്തിൽ ദൈവമക്കളെ താല്പര്യമുള്ളവർ, വചനത്തിൽ നിശ്ചയമുള്ളവർ ആകേണ്ടവരായിരുന്നു എല്ലാവരും. ഞാൻ എന്റെ ഒന്നാമത്തെ വാക്ക് ഒന്നുകൂടി ഇവിടെ കടമെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാലം നോക്കിയാൽ. ആരുടെ കാലം നോക്കിയാലും നിങ്ങൾക്കറിയാമോ? നിങ്ങളിവിടെ പിണങ്ങരുത്. സിംഗപ്പൂരുകാരുടെ കാലം നോക്കിയാൽ. ആരുടെ കാലം നോക്കിയാൽ? മറുപടി പറഞ്ഞു. ദൈവമക്കളെ, നിങ്ങളുടെ പ്രായം കണക്കാക്കിയാൽ. എന്ത് നോക്കിയാൽ? നിങ്ങൾ ദൈവമക്കളെ ഇന്ന് വരെ കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള, നടത്തിയിട്ടുള്ള, പോയിട്ടുള്ള, സംബന്ധിച്ചിട്ടുള്ള വചനപ്രഘോഷണത്തിന്റെ ആരാധന പട്ടിക പരിശോധിച്ചാൽ
നിങ്ങളെല്ലാവരും ഇന്ന് ആരാകേണ്ടവരായിരുന്നു? വചനപ്രഘോഷകന്മാർ, വചനത്തിൽ നിശ്ചയമുള്ളവർ ആകേണ്ടവരായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ശോചനീയമായ സത്യം താഴത്ത് ഇങ്ങനെ എഴുതി വെച്ചു. എന്നാൽ വചനത്തിന്റെ അരുളപ്പാട് ആദ്യപാഠങ്ങളെ പോലും വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിന്റെ സത്യങ്ങളുടെ ആദ്യപാഠങ്ങളെ പോലും വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഇത്രയും കാലത്ത് നമ്മുടെ പ്രായം നോക്കിയാൽ ദൈവമക്കളെ നമ്മൾ കേട്ടിട്ടുള്ള വചനത്തിന്റെ പട്ടിക പരിശോധിച്ചാൽ നിങ്ങൾ എല്ലാവരും ആരാകേണ്ടവരായിരുന്നു? ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരായിരുന്നു. വചനം അറിയാവുന്ന ആകേണ്ടവരായിരുന്നു. അപ്പോസ്തലൻ പഠിപ്പിക്കുക. എന്നാൽ വചനത്തിന്റെ അരുളപ്പാടുള്ള ആദ്യപാഠങ്ങളെ പോലും വീണ്ടും പഠിപ്പിക്കേണ്ട ഗതികളിലേക്ക് എത്തി നിൽക്കുകയാണ്. 1-ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ കാരണവന്മാര് പഠിപ്പിച്ചു, ആദ്യം നമ്മുടെ വല്യപ്പൻ, ഹവ്വ നമ്മുടെ വല്യമ്മ, ഏദൻ എന്ന തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു. എന്റെ പ്രിയങ്കരാകുന്ന സഹോദരങ്ങളെ, 1-ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കാൻ വേണ്ടി കടന്നു വന്നിരുന്നപ്പോൾ കാരണവന്മാരെ പഠിപ്പിച്ചു, ആദ്യം നമ്മുടെ വല്യപ്പൻ, ഹവ്വ നമ്മുടെ വല്യമ്മ, ഏദൻ എന്ന തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു. 1-ാം സങ്കീർത്തനത്തിന് 1-ാമത്തെ ദൂത് എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന 1-ാം സങ്കീർത്തനത്തിന് 1-ാമത്തെ സന്ദേശം എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപങ്ങളുടെ വഴിയിൽ. 23-ാം സങ്കീർത്തനത്തിന് 1-ാമത്തെ ഈരടി എന്താണ്? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും. 91-ാം സങ്കീർത്തനത്തിന് 1-ാമത്തെ സന്ദേശം എന്താണ്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ. എന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുള്ള ഞാൻ ചോദിക്കും, പണങ്ങര നിങ്ങൾ എന്നോട്, ഈ ആദ്യം നമ്മുടെ വല്യപ്പൻ എന്ന പാട്ടല്ലാതെ, ഈ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ന സങ്കീർത്തനമല്ലാതെ, 23-ാം സങ്കീർത്തനത്തിന് യഹോവ എന്റെ ഇടയനെന്ന ദൂതല്ലാതെ, 91-ാം സങ്കീർത്തനത്തിന് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ എന്ന ദൂതല്ലാതെ, അതിനേക്കാൾ ഉപരിയായി ഏതെങ്കിലും ഒരു വചനമെങ്കിലും കാണാതെ പഠിച്ച കർത്താവിനെ ആരാധിക്കാൻ കഴിവുള്ള ആളുകൾ ഈ കത്തിയെടുപ്പള്ളിക്ക് അകത്തിരിക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കാലം നോക്കിയാൽ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരായിരുന്നു. വചനത്തിന്റെ അരുളപ്പാട് ആദ്യപാഠങ്ങളെ പോലും വീണ്ടും ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുന്നു. 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആ പാട്ട് തന്നെ ഇന്നും 50-ലും 75-ലും 60-ലും 19-ലും നിൽക്കുന്ന നമ്മളെ പഠിപ്പിക്കേണ്ട ഗതികളിലേക്ക് നടന്നുപോയി. എന്താ ഈ ദുരവസ്ഥയ്ക്ക് കാരണം? വചനത്തിനൊക്കെ പരിജ്ഞാനമില്ലാത്തതിന്റെ കാരണം നമ്മൾ ആരാധനയ്ക്ക് വന്നപ്പോൾ, പരിശുദ്ധ കുർബാനയ്ക്ക് വന്നപ്പോൾ, ധ്യാനത്തിന് വന്നപ്പോൾ നമ്മുടെ ആഗ്രഹം തമ്പുരാന് പരിശുദ്ധാത്മാവായിരുന്നില്ല, കാര്യസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. പഠനത്തിൽ 1-2 ഒക്കത്തില്ല. അതിനൊക്കെ മനോഹരമായിട്ടല്ല ഇരിക്കുന്നത്. ദൈവത്തിനകത്തുണ്ടാകട്ടെ. പ്രിയപ്പെട്ട വചനത്തിനകത്ത് നിശ്ചയം ലഭിക്കാതെ പോയതിന്റെ കാരണം നമ്മളൊക്കെ ആരാധനയ്ക്ക് ലക്ഷ്യം എന്തായിരുന്നു? പരിശുദ്ധമായിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവമക്കളെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. മറന്നു പോകണ്ട. ഞാൻ വാക്കിലൂടെ ആധികാരികമായ ചരിത്ര സത്യം കൂടി ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ മറക്കാനിടയായി തീരരുത്. കർത്താവാകുന്ന യേശുദാസൻ ദൈവമക്കളെ 33 തിരുവയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചു. എന്നാൽ കർത്താവാകുന്ന യേശുദാസൻ 33 തിരുവയസ്സിൽ യാഗമായി തീർന്നു. കർത്താവാകുന്ന യേശുദാസൻ ദൈവമക്കളെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റോ. ഇരിപ്പ് കണ്ടിട്ട് ഇപ്പോഴും കർത്താവ് കുരിശേന. കർത്താവ് ഉയർത്തെഴുന്നേറ്റോ. എന്നാ ഉയർത്തെഴുന്നേറ്റ്? 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മതി. കർത്താവാകുന്ന യേശു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ എന്നാണ് സ്വർഗാരോഹണം ചെയ്തത്? 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത് യേശുദാസൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്ന സമയത്ത് ശിഷ്യരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ജെറുസലേമിൽ തന്നെയായിരിക്കണം, ആരും നഗരം വിട്ട് പുറത്തിറങ്ങരുത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ കൂടെ യാത്ര ചെയ്യണം. ദൈവത്തിന് ഉണ്ടാകട്ടെ. കർത്താവാകുന്ന യേശുദാസൻ ദൈവമക്കളെ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറുന്ന സമയത്ത് ശിഷ്യരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കണം,
ഒന്ന് മറുപടി പറഞ്ഞേ. ഓ ദൈവത്തിന് മഹത്വം. എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പ്രസംഗം കടന്നു വരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ദൈവങ്ങളെ, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പോകുന്നു. ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ അമ്മ ഉൾപ്പെടെ തിരുസംഘം മുഴുവനും സെഗിയോന്റെ ഊട്ടുവരയ്ക്കകത്ത് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ വന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് ചേർന്ന് ഞങ്ങൾ അല്പസമയം വിഷയങ്ങൾ സംസാരിക്കാൻ ഇടയായി തീർന്നു. സെഗിയോൻ മാളികയെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ പരാമർശത്തിൽ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ കന്യകാമറിയം ഉൾപ്പെടെയുള്ളതായ തിരുസംഘം മുഴുവനും സെഗിയോന്റെ ഊട്ടുവരയ്ക്കകത്ത് കടന്നു വന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടി കർത്താവിന്റെ ദൈവമക്കളെ വാക്കിനെ മാനിച്ചുകൊണ്ട് എല്ലാവരും എവിടെയുണ്ട്? സെഗിയോൻ മാളിക മുറിക്കകത്ത് വാതിലടച്ച് പരിശുദ്ധ അമ്മയുടെ അധ്യക്ഷതയിൽ ദൈവമക്കളെ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ആ വേദിക്കകത്തേക്ക് എഴുന്നള്ളി വന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെയാണ് അന്നത്തെ കർത്താവായ യേശു 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു. അന്ന് മുതൽ ദൈവമക്കളെ 10 ദിവസക്കാലം ശിക്ഷ സമൂഹം ഈ സെഗിയോൻ മാളികയ്ക്കകത്ത് കാത്തിരുന്നു. എത്ര ദിവസം കാത്തിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാമോ? ഒറ്റ കാര്യത്തിന്, പരിശുദ്ധാത്മാവിന് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര ദിവസം കാത്തിരുന്നത്? ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു, ദൈവമേ എന്തിനാണ് ഈ പാവപ്പെട്ട ആളുകളെ 10 ദിവസക്കാലം ഒറ്റ നിർത്തി ഏത്തയിടിച്ചത്? 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആത്മാവിനെ ഇവരിലേക്ക് അയക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് കർത്താവ് മറുപടി ഇങ്ങനെയായിരുന്നു, മാത്തുക്കുട്ടി, ഈ സെഗിയോന്റെ ഊട്ടുവരയ്ക്കകത്തിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിനകത്തെ ക്ലാവുകളെയും കീടനകളെയും കുറവുകളെയും ഇവർക്ക് കണ്ടുപിടിക്കാൻ 10 ദിവസക്കാലം വേണ്ടി വന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് എനിക്കറിയത്തില്ല. എന്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവരവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ദൈവത്തിന്റെ കൈകളിൽ കേൾപ്പിച്ചു കൊടുത്ത മാത്രയിൽ അന്ന് പരിശുദ്ധ സഭയുടെ ഭൂത്വമായി പെന്തക്കോസ്തിൽ ഇങ്ങനെയാണ് പാടുന്നത്, 7:30 നാഴിക പുലരും നേരം ആത്മാവ് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഉൾപ്പെടെയുള്ള തിരുസംഘം 120 പേര് ദൈവമക്കളെ സെഗിയോൻ ഊട്ടുവരയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സെഗിയോൻ മാളികയിലേക്ക് എഴുന്നള്ളി വന്നു. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ. സെഗിയോൻ മാളികയിലേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ് ദൈവമക്കളെ 3 പ്രത്യേകത ഉണ്ടായിരുന്നു. എത്ര പ്രത്യേകത ഉണ്ടായിരുന്നു? കേട്ടില്ല, സ്വരമുയർത്തി. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? ഇതിൽ അച്ഛൻ പഠിപ്പിക്കാൻ പോകുകയാ. അത് കാണത്തക്കവണ്ണം, അത് കേൾക്കത്തക്കവണ്ണം, അത് അനുഭവിക്കത്തക്കവണ്ണമായിരുന്നു. എങ്ങനെയൊക്കെയാണ്? കാണത്തക്കവണ്ണം, കേൾക്കത്തക്കവണ്ണം, അനുഭവിക്കത്തക്കവണ്ണമായിരുന്നു. എന്താണ് പ്രിയപ്പെട്ട മക്കളെ അവർ കണ്ടത്? അഗ്നിനാവിന്റെ സാദൃശ്യം അവർ കണ്ടു. എന്താ കണ്ടത്? എന്താണ് അവർ കേട്ടത്? കൊടിയ കാറ്റടിക്കുന്ന ശക്തി അവർ കേട്ടു. എന്താണ് അവർ അനുഭവിച്ചത്? എല്ലാവരും പുതുഭാഷകളിൽ സംസാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ സമയത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സെഗിയോൻ ഊട്ടുവരയ്ക്കകത്ത് കടന്നു വന്ന സമയത്ത് അതിനകത്ത് ആരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അല്പസമയം മുമ്പ് 1.5 മണിക്കൂർ ഇവിടെ പ്രസംഗിച്ചൊരു മനുഷ്യനുണ്ട്. ആരാ? പത്രോസ്. മറുപടി പറഞ്ഞേ. ദൈവത്തിനകത്ത് ഈ പത്രോസിന്റെ ഉള്ളറകൾക്കകത്തേക്ക് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വന്നപ്പോൾ ഈ പരിശുദ്ധാത്മാ അഭിഷേക നിറവിന് പത്രോസ് പാത്രീഭൂതനെ ഭവിക്കാനിടയായി തീർന്നു. ഈ പരിശുദ്ധ ലഭിച്ച പത്രോസ് കാല് വെച്ച് മുൻപോട്ട് കടന്നു വന്ന ഈ മക്കളെ ഒരൊറ്റ പ്രസംഗം. ആ ഒറ്റ പ്രസംഗത്തിനകത്ത് എത്ര എണ്ണം ഗുണപ്പെട്ടു? സിംഗപ്പൂർകാർക്കറിയാമോ? ഇല്ലേ, പള്ളിയിലച്ഛൻ പ്രസംഗിക്കാൻ പോകുക, 3000 പേര് ഗുണപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര എണ്ണം മാനസാന്തരപ്പെട്ടു? കേട്ടില്ല. ദൈവമക്കളെ, അല്പസമയം മുമ്പ് 1.5 മണിക്കൂർ ഇവിടെ പ്രസംഗിച്ചിട്ട് ഒരു വട്ടോനെ പോലും കുടിക്കാനായിട്ട് ആരെപ്പോഴും കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴത്തെ പ്രസംഗം വലിയ പ്രസംഗമൊന്നും ഉണ്ടായില്ല. ഒറ്റ മിനിറ്റ് കൊണ്ട് ഒറ്റ സന്ദേശത്തിൽ എത്ര എണ്ണം രക്ഷപ്പെട്ടു? എന്താണ് ഇതിന്റെ പ്രത്യേകത? 1.5 മണിക്കൂർ പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായില്ല. 1 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിനകത്ത് ആരുണ്ടായി? അതുകൊണ്ട് ആത്മാക്കൾ ആദായപ്പെടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇങ്ങനെ വെളിപ്പെടുത്തിയത്, ഒരു വ്യക്തിക്ക് മനസ്സാന്തരം വരണമെങ്കിൽ പ്രസംഗം കേട്ടത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ കാര്യമായോ? മറിച്ചാരി വരണം, പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ കാര്യത്തിനെ പത്രോസ് ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തപ്പോൾ, പത്രോസ് കൈവച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പത്രോസിനെ നിഴലടിച്ച രോഗികൾ പോലും, വസ്ത്രത്തിന് തൊങ്ങൽ പിടിച്ച ആളുകൾ പോലും സൗഖ്യം പ്രാപിച്ചു എന്ന് തിരുവചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആളുകൾ പാട്ടുപാടാൻ തുടങ്ങി, വചനപ്രഘോഷകരായി തീർന്നു. ഭൂലോകത്തിന് വൻകരകൾക്കകത്ത് കടന്നുപോയി ദൈവത്തിന് സാക്ഷികൾ നിൽക്കുവാൻ അവരെ പ്രേരിപ്പിച്ച വികാരം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ സംഗതിയാണ്. ഒരു സംഭവം പഠിപ്പിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സും കുസ്തിയുമാണ്. എത്രയാണ്? കേട്ടില്ലായിരിക്കും. എന്റെ പ്രിയ യുവക്കളെ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന പ്രീ ഡിഗ്രിയാണ്. അന്ന് 2 വർഷമാണ് പ്രീ ഡിഗ്രി. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ദൈവമക്കളെ എല്ലാവരും പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് കിട്ടിയില്ല. എന്റെ അമ്മ കുത്തിയിരുന്ന് ദൈവമക്കളെ എന്റെ അടുക്കൽ ഇരുന്ന് എന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ ഇംഗ്ലീഷ് എഴുതി പാസ്സായി. ദൈവത്തിനകത്തം അതിനുശേഷം ഡിഗ്രിക്ക് 3 വർഷം ചേരാനായിട്ടിടയായി തീർന്നു. ഞാൻ ദൈവമക്കളെ ഇങ്ങനെ പഠിപ്പിക്കാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ യുവജനോത്സവം കടന്നു വന്നു. എന്താ മക്കളെ വന്നേ? യുവജനോത്സവം വന്ന സമയത്ത് ദൈവമക്കളെ പാട്ട് പാടാൻ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി. ഞാൻ എന്റെ അയൽവക്കത്തെ വീട്ടിൽ വർഗീസ് സാറിനെ വിളിച്ച് പറഞ്ഞു, മക്കളെ എന്നെ ഒരു പാട്ട് പഠിപ്പിക്കണം. അദ്ദേഹം രാത്രിയിൽ ഒരു പാട്ട് എനിക്ക് എഴുതി തന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഉത്രാട സന്ധ്യയ്ക്ക് തിരികൊടുക്കാൻ വന്ന ഉത്തരായണ പക്ഷി. എന്നെ പാട്ട് പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നന്നായിട്ട് പാടുകയാണെങ്കിൽ പ്രൈസ് ഉറപ്പ് നന്നായിട്ടുണ്ട് എന്ന്. ദൈവമക്കളെ, ഞാൻ ആ പാട്ട് മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു. സ്കൂളിൽ യുവജനോത്സവം സംഗമിക്കുകയാണ്. പേര് കൊടുത്തു. ഞാൻ സ്കൂളിന്റെ ഗ്രൗണ്ടിനകത്ത് അഭിമാനത്തിൽ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അപ്പനും അമ്മയും എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി സ്കൂൾ മൈതാനം തമ്പടിച്ചിട്ടുണ്ട്. ഞാൻ ചെസ് നമ്പർ വാങ്ങി നെഞ്ചത്ത് കുത്തി. ദൈവമക്കളെ, വാത്തൂടെ ചെസ് നമ്പർ മൈക്കിനകത്തൂടെ ഉച്ചഭാഷണിക്കകത്തൂടെ പുറത്തു വന്നു. ഞാൻ ഇടിവാള പോലെ വേദിക്കകത്ത് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിനുണ്ടാകട്ടെ. മൈക്കെടുത്ത് കൈ പിടിച്ചു. ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. ഞാൻ ഇന്ന് ഓർക്കുകയാ, ഉത്രാടസ എന്നേ പാടിയുള്ളൂ. ഇന്ത്യ എന്ന് പാടാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ പാടുന്നില്ല എന്നറിഞ്ഞപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന പിള്ളേർ കൂപ്പ് വിളിക്കാൻ തുടങ്ങി, എന്നെ മുട്ടടിക്കാൻ തുടങ്ങി. അങ്ങനെ യുവജനോത്സവ വേദിയിൽ നിന്ന് കൂക്കുവിളി കേട്ട് മുട്ടടിച്ചിറങ്ങിപ്പോയ ഈ മാത്തുക്കുട്ടീനെ 10,000 മധ്യത്തിൽ ഒരു വചന പ്രഘോഷകനാക്കി മാറ്റിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്രേ. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ ദൈവത്തിന് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. സിബിയോ നൂട്ടുവരക്കകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധൻ കടന്നു വന്നപ്പോൾ അവർ ഭയം മാറി വചന പ്രഘോഷകരായി, ദൈവമക്കളെ പാട്ട് പാടുന്നവരായി ദൈവം അവരെ ഉയർത്തിയെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ 4 ഇരിക്കുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഞാൻ സന്ദേശം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കണം. എന്റെ പ്രിയപ്പെട്ട ഗുണപ്പുറപ്പുകളെ, ഈ സന്ദേശം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറയ്ക്ക് നാളെ പ്രയോജനപ്പെടുമെന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദൂത് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത പിള്ളേരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവമക്കളെ പഠിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂൾ മാറ്റിയിട്ടുണ്ടോ? ഫ്രണ്ട് ബെഞ്ചിനകത്തിരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പിറകോട്ട് ഇറക്കി നിർത്തിയിട്ടുണ്ടോ? പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ദൈവമക്കളെ നമ്മുടെ തലമുറയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? എന്നാൽ വലിയ സത്യമത്തെ പരമാർത്ഥം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. പഠിക്കുന്ന പ്രായത്തിൽ പിള്ളേർക്ക് എന്ത് കൊടുക്കണമെന്ന് അറിയാമോ? ജ്യോതിഷ്പ്രേമി കൊടുക്കണം. എന്നാ കൊടുക്കണം? കേട്ടില്ല? ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മക്കളെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന പ്രായത്തിൽ പിള്ളേർക്ക് എന്താ കൊടുക്കണം? ജ്യോതിഷ്പ്രേമി കൊടുക്കണം. പിന്നെ പിള്ളേരെ കൊണ്ട് വളരാൻ തുടങ്ങുമ്പോൾ ദൈവമക്കളെ അപ്പൻ കൊച്ചിന്റെ ഗൃഹം കൊണ്ട് ഒളിച്ചു പിടിക്കും. അയൽവക്കത്തെ ചേട്ടത്തിനെ കൂലിക്ക് വിളിച്ച് കൊച്ചിനെ കയ്യേലും കാലം പിടിപ്പിച്ച് തവിക്കണ ഇട്ടിട്ട് തേരും വായ്പ അരച്ചു കൊടുക്കുകയാ. എന്തിനാ? മണ്ട വികസിക്കാൻ. എന്താ? കേട്ടില്ല? പിള്ളേർക്ക് ബുദ്ധി ഉണ്ടാക്കാൻ. പള്ളിയകത്തായതുകൊണ്ട് പുറത്തായത് ഞാൻ പച്ചക്ക് പ്രസംഗിച്ചേനെ. എന്റെ പ്രിയപ്പെട്ട പിള്ളേർക്ക് ബുദ്ധി ഉണ്ടാകാൻ, വിവേകം ഉണ്ടാകാൻ വേണ്ടി പിള്ളേരുടെ വായിക്കകത്തേക്ക് അണ്ണാക്കിനകത്തേക്ക് എന്നെ ഒഴിച്ചു കൊടുക്കുന്നേ? തേരും വയമ്പും കൂടെ അടച്ചു കൊടുക്കുകയാ. നിങ്ങളെന്നോട് കണങ്ങരുത്. പഠിക്കുന്ന പ്രായത്തിൽ പിള്ളേർക്ക് എന്തിനാ കൊടുക്കണമെന്ന് അറിയാമോ? പള്ളിയിലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കും, പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. ഹല്ലേലൂയ. ആരെ കൊടുക്കണം? പഠിക്കാൻ വേണ്ടി ദൈവമക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠനമുറിക്കകത്ത് കയറുമ്പോൾ പുസ്തകം തുറക്കുന്നതിന് മുമ്പ് കൈകളെ കൂപ്പി കണ്ണുകളെ ചേർത്തടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്ന പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഞാൻ ഒന്നുകൂടി ദൂത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാ.
തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്ന പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ. പഠനമുറിക്കകത്തേക്ക്, ഹൃദയത്തിന്റെ ഉള്ളറകൾക്കകത്തേക്ക് ദൈവത്തിന് പരിശുദ്ധാത്മ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാതിരിക്കട്ടെ. ബാക്കിനകത്തിരിക്കുന്ന ദൈവമക്കളെ കഴുതക്കുട്ടന്മാര് മടിച്ചിപ്പിള്ളാര് ഈ സെക്കൻഡ് മുതൽ ഈ സമയം മുതൽ ഫ്രണ്ട് ബെഞ്ചിലേക്ക് കയറാൻ പോകുകയാണ്. ഹല്ലേലൂയ. പഠിക്കാൻ ബുദ്ധി വേണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം? കേട്ടില്ലല്ലോ. ഈ വേദിക്കകത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചേട്ടായിമാരെ, 4 പേര് കൂടുന്നത് 4 വാക്ക് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മറ്റുള്ള ആളുകൾ പ്രസംഗിക്കുന്ന പോലെ ദൈവമക്കളെ പാട്ടുപാടാൻ മകളെ സഹോദരൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആരോടും പറയണ്ട. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. നിന്റെ പ്രാർത്ഥനാ വേളകൾക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നേടുക. ഈ പരിശുദ്ധാത്മ നിന്നെ ഒരു പ്രാസംഗികരാക്കി ദൈവങ്ങൾ പാട്ടുകാരിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ആവശ്യമായ കൃപാവരങ്ങൾ ദൈവമക്കളെ വിഭജിച്ചു കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ആവശ്യമായ കൃപാവരങ്ങൾ വിഭജിച്ചു കൊടുക്കുന്ന ആരാണ്? ദൈവത്തിനകത്തുണ്ടാകട്ടെ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ദൈവത്തിനകത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ദൈവമക്കളെ ഞാൻ ഒരു സ്റ്റഡി ടൂർ എക്സ്കർഷനോ പോയ ആളല്ല. ദൈവത്തിനകത്തുണ്ടാകട്ടെ. ഞാൻ അത് പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾക്കത് ഒരുപക്ഷെ ബോറടിച്ചേക്കാം, എങ്കിലും ഞാൻ പ്രസംഗത്തിലെ പോകത്തുള്ളൂ. കേട്ടാലും ശരി, കേട്ടില്ലേ ശരി. ദൈവമക്കളെ, ഞാൻ കോളേജിൽ പഠിച്ചു. പക്ഷേ ആ പഠിച്ച ഒരു സമയത്ത് പോലും ഒരു ടൂർ പോയ ആളല്ല ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പുറത്തിറങ്ങിയത് കട്ടപ്പനയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു ജീപ്പേ കയറി പോയതാ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പോയത്. നിങ്ങൾക്ക് ചിന്തിക്കാം. ദൈവത്തിനകത്തുണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. കോളേജ് ഗ്രൗണ്ടിനകത്ത് ടൂർ ബസ് വന്ന്, സ്കൂൾ ഗ്രൗണ്ടിനകത്ത് ബസ് വന്ന് എന്റെ കൂടെ പഠിച്ച സഹപാഠികളായിട്ടുള്ള പിള്ളേര് മുഴുവനും ദൈവമക്കളെ ആ ബസ്സിനകത്ത് കയറി അവരുടെ കാരണന്മാരെ ലഗേജ് എടുത്ത് ഉണ്ട ഉണ്ടാക്കിയതും അവലേസ് വറുത്തതും ചക്ക വിളയിച്ചതും ഒക്കെ ദൈവമക്കളെ അവർ കൊടുത്ത് ടാറ്റ കൊടുത്ത് വിട്ടപ്പോൾ ഞാൻ ആ സ്കൂൾ മൈതാനം എന്ന് കരഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ സഹപാഠികളെ പോലെ എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ ഇന്ന് സത്യം പരമാർത്ഥം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിനകത്തുണ്ടാകട്ടെ. അന്ന് എന്നെ സ്കൂളിന്റെ ഗ്രൗണ്ട് ഒറ്റയ്ക്കാക്കി ദൈവമക്കൾ ടൂർ പോയ പിള്ളേര് ഇന്ന് കപ്പലണ്ടി വറുത്തുകൊണ്ട് കവലെ നിന്നുകൊണ്ട് 2 രൂപ എന്ന് വിളിച്ചു പറയുമ്പോൾ പാവപ്പെട്ട മാത്തുക്കുട്ടി അച്ഛൻ സിംഗപ്പൂർ പള്ളിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 137 സങ്കീർത്തന ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നു. ദേശത്ത് പാർത്ത് വിശ്വസിയാതിരിക്കുക. നിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ദൈവത്തോട് അറിയിക്കുക. അവൻ നിനക്കായി നിർവഹിക്കും. കരമേറ്റി ഹല്ലേലൂയ പറയട്ടെ. എന്റെ ദൈവത്തിനകത്തുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, 137 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. എന്താണ്? ദേശത്ത് പാർത്ത് വിശ്വസിയാതിരിക്കുക. നിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ആരോട് അറിയിക്കണം? മറുപടി പറഞ്ഞേ, ദൈവത്തോട് അറിയിക്കാം. ദൈവം നിനക്കായിട്ട് നിർവഹിക്കും. ഹല്ലേലൂയ. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, ഒരാഗ്രഹമുണ്ടെങ്കിൽ അതാരോട് അറിയിക്കണം? ദൈവത്തിനോട്, പരിശുദ്ധാത്മാവോട് അറിയിക്കണം. അവൻ അത് നിനക്കായിട്ട് നിർവഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ദൈവത്തിനകത്തും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സുപ്രധാനമായ ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വെളിപ്പെടുത്താനായിട്ടിടയായി തീർന്നു. ഈ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ശരിയൊരു ഊട്ടുവരയ്ക്കകത്ത് കടന്നു വന്നു. അതിന് എത്ര പ്രത്യേകതയുണ്ടായിരുന്നു? പറഞ്ഞു നിർത്തിയോ? ഇവിടെ തന്നെ ഇരിക്കണം. ഏതൊക്കെ പ്രത്യേകത? കാണത്തക്ക വേണം, കേൾക്കത്തക്ക വേണം, അനുഭവിക്കത്തക്ക വേണം. എന്താണ് കണ്ടത്? അഗ്നിനാവിന്റെ സാദൃശ്യം കണ്ടു. എന്താണ് കേട്ടത്? കൊടിയ കാറ്റടിക്കുന്ന സംഗതി. എന്താണ് അനുഭവിച്ചത്? എന്താ അനുഭവിച്ചത്? പുതു ഭാഷകൾ എല്ലാവരും സംസാരിച്ചു. ഈ ധ്യാനകേന്ദ്രത്തിനകം ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് രാത്രികാലം ഇരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, സെഹിയോൻ ഊട്ടുപുരയ്ക്കകത്തേക്ക് കടന്നു വന്ന ആ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് പറഞ്ഞയക്കണമേ. അത് കാണത്തക്കവണ്ണം, അത് കേൾക്കത്തക്കവണ്ണം, അത് അനുഭവിക്കത്തക്കവണ്ണം ആക്കി തീർക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞിട്ട് മുദ്രത്തിനകത്ത് ഒരു കുഞ്ഞിനെ കിട്ടാതെ മച്ചിയെന്ന് വിധിയെഴുതി മോളെ ഈ ദൈവത്തോട് പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മയോട് പ്രാർത്ഥിക്ക്. തമ്പുരാനെ ഒന്ന് കാണത്തക്കവണ്ണം എനിക്ക് അനുഗ്രഹത്തെ തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതെങ്കിലും ഭാഗത്ത് വേദനയോടെ, മരവിപ്പോടെ, അസ്വസ്ഥമായിട്ടുള്ള മേഖലകളുമായി വിട്ടുമാറാൻ തലവേദന ബാധിച്ച് ഏതെങ്കിലും സഹോദരങ്ങളിലകത്ത് ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഒന്ന് കാണത്തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ.
എന്റെ ദൈവത്തിനകത്തുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിനാക്കളെ, ഞാൻ 1-ാമത്തെ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനോട് ചേർത്ത് അടുത്ത മണ്ഡലം ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ മക്കൾ ആയിരിക്കാൻ ഇടയാക്കി തീർക്കണമെന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ഷീണമായോ? മുഖത്ത് പറ്റി നോക്കി അങ്ങനെ പറഞ്ഞ എന്നതാ അച്ഛൻ മറുപടി പറഞ്ഞേ. ദൈവത്തിനകത്തുണ്ടാകട്ടെ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ വിഷയങ്ങൾ സാധാരണ ആരും പ്രസംഗിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ആത്മാവ് ദൈവങ്ങളെ വെളിപ്പെടുത്തി. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾക്കായിട്ട് വീണ്ടും പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിനകത്തം പതനമാകുന്ന വേദപുസ്തക ചരിത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൈവങ്ങളെ അടുത്ത പ്രത്യേകതയായി തിരുവചനം വെളിപ്പെടുത്തുകയാണ്. അത് പാപത്തെക്കുറിച്ചും അത് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അടുത്ത 3 പ്രത്യേകത എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. ആരും നോട്ടൊന്നും കുറിച്ചില്ല. ഇത് കഴിയുമ്പോൾ ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് മറുപടി പറഞ്ഞു. ദൈവത്തിനകത്തുണ്ടാകട്ടെ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ബോധ്യം നൽകും. ഏതിനെ കുറിച്ചൊക്കെയാണ്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. അത് ഒരു കാര്യം മാത്രം ഞാൻ വെളിപ്പെടുത്താം. പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ബോധ്യം കൊടുക്കും. ഏതിനെ കുറിച്ചാണ്? പാപത്തെക്കുറിച്ച്. ഒരു ഉദാഹരണം പഠിപ്പിക്കാം. ഉദാഹരണമാണ്, സംഭവമല്ല. അഭിവന്ദനാകുന്ന നമ്മുടെ വികാരി അച്ഛൻ, നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചു കേട്ട്. അച്ഛൻ ഉദാഹരണം പങ്കെടുക്കുന്ന അച്ഛനോട് പണക്കത്തിന് എനിക്കറിയാം. വേറെ ഒന്നും ഞാൻ പറയുന്നത് നന്മ പറയുന്നത്. ദൈവമക്കളെ, എന്നെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിരിക്കാം. എന്നോട് പറഞ്ഞു 4 മണിക്ക് പ്രസംഗം തുടങ്ങും. ഉദാഹരണമാണ് കേട്ടോ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ തെറ്റിദ്ധരിക്കപ്പെടരുത്. 4 മണിക്ക് പ്രസംഗിക്കണമെന്ന് എന്നോട് പറഞ്ഞു. എപ്പോഴാ പ്രസംഗിക്കാൻ പറഞ്ഞു? കേട്ടില്ല. ഞാനിവിടെ 5 മണിക്കാണ് വന്നത്. നിങ്ങൾ സങ്കല്പിക്കുക. എപ്പോഴാ വന്നേ? 5 മണിക്ക്. ആ അച്ഛനെ മുഖത്തേക്ക് നോക്കി ദൈവമക്കളെ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞില്ല, ഉദാഹരണമാണ്. എന്താ പറഞ്ഞറിയാമോ? മാത്തുകുട്ടി അച്ഛ സമയമില്ലായി. ഞാൻ പറഞ്ഞ അച്ഛ 5 മണി. അച്ഛനോട് നേരത്തെ പറഞ്ഞതല്ലേ? 3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് 4 മണിക്കൂടെ എന്നതാണ് പ്രസംഗം. 5-ാം മണി നേരത്തെ വലിഞ്ഞു കയറി വന്നേക്കെ പ്രസംഗിക്കാൻ വേണ്ടി. നിങ്ങളൊരു പുരോഹിതനാണെന്ന് ചോദിച്ച് എന്നെ അച്ഛനെ ക്ലാസ് ചെയ്തു. ഞാനൊന്നും വേണ്ടിയില്ല. ദൈവമക്കളെ, ഞാൻ ഈ മദ്വാഹയ്ക്കകത്തിരുന്നുകൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, അല്പസമയം വൈകിപ്പോയി. ഞാൻ അക്ഷരം വേണ്ടിയില്ല. ഞാൻ ഈ പരിശുദ്ധമായ ദൈവാലയത്തിനകത്തിരുന്ന് മുട്ടുമടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം കണ്ടപ്പോൾ നമ്മുടെ അച്ഛന്റെ മനസ്സിനകത്ത് ചിന്ത കടന്നു വന്നു. അങ്ങേര് അല്പം വൈകിപ്പോയതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ക്ലാസ് ചെയ്തത് തെറ്റായി പോയതിന് ബോധ്യം നമ്മുടെ അച്ഛൻ ഉണ്ടാകുന്നുവെങ്കിൽ അത് അച്ഛന്റെ നേട്ടമല്ല, അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ, കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ ദൈവമക്കളെ അത് വേണ്ടായിരുന്നു, അത് തെറ്റായി പോയെന്ന് ബോധ്യം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അത് നമ്മുടെ നേട്ടമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് ബൈബിൾ ചരിത്രം വെളിപ്പെടുത്തുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചില പ്രവർത്തികൾ ചെയ്തു കഴിയുമ്പോൾ, ചില ആളുകളോട് ചില വാക്കുകൾ സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിനകത്ത് ഇങ്ങനെ തോന്നാറുണ്ട്, അത്രയും പറയണ്ടായിരുന്നു, അത്രയും ചെയ്യേണ്ടായിരുന്നു. ഇത് വരാൻ കാരണം ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അടുത്ത മേഖലയിലേക്ക് നമ്മൾ വെളിച്ചം വീശാൻ പോകുമ്പോൾ വചനചരിത്രം വെളിപ്പെടുത്തുകയാണ് അടുത്ത മണ്ഡലം. ലൂക്കോസ് 13-ാം അധ്യായം 6-ാം തിരുവചനം വേഗത്തിൽ വായിക്കാം. ലൂക്കോസ് 13-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനം. ലൂക്കോസ് 13:6. ഒരുത്തൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്യവൃക്ഷമുണ്ടായിരുന്നു. അവനതിൽ ഫലം തിരിഞ്ഞു വന്നു, കണ്ടില്ലതാനും. അതിനെ വെട്ടിക്കളകാം, അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിനെ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിട്ട് ഈ ആണ്ട് കൂടെ നോക്കട്ടെ, മേല കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. ദൈവമക്കൾ, അതിന്റെ 2-ാമത്തെ മേഖലയിലേക്ക് ഞാൻ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ലൂക്കോസ് 13:6 ലൂടെ
കർത്താവായ യേശു ഒരു ഉപമ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ആ ഉപമ എന്താണെന്ന് മനസ്സിലായോ? ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. എന്ത് നട്ടുണ്ടാക്കി? മുന്തിരിത്തോട്ട നടുവിൽ ആ മനുഷ്യൻ ദൈവമക്കളെ ഒരു അത്തി വെച്ച് പിടിപ്പിച്ചു. എന്നാ വെച്ച് പിടിപ്പിച്ചു? അത്തി വെച്ച് പിടിപ്പിച്ചു. എന്നാൽ ഈ മനുഷ്യൻ ഫലം തിരിഞ്ഞ് കടന്നു വരികയാണ്, കണ്ടില്ല. പണിക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ ഈ അത്തി വെച്ച് പിടിപ്പിച്ചിട്ട് ഫലം തിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ട് വർഷം 3 എത്രയായി? കാണുന്നില്ല. വെട്ടിക്കളയാൻ വേണ്ടി ഓർഡർ കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, യജമാനനെ ഈ ഒരു ആണ്ട് കൂടി നിൽക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി ഇതിന് ചുവട് കളച്ച് തടമെടുത്ത് വളമിട്ട് നോക്കാം, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ഹല്ലേലൂയ. ദൈവകൃപയോണ്ടാകട്ടെ. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അതിന് നടുവിൽ എന്താണ് വെച്ച് പിടിപ്പിച്ചത്? ഒരത്തി. എന്താ വെച്ച് പിടിപ്പിച്ചേ? ഈ അത്തിവൃക്ഷം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനിങ്ങനെ പഠിപ്പിക്കാം. ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന പള്ളിയിലച്ഛനും ഇത് കേൾക്കുന്ന പള്ളിക്കാരെ നിങ്ങളുമാണ്. പറഞ്ഞേ, അത്തിവൃക്ഷം ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അത്തിവൃക്ഷത്തിന്റെ ചുവട് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. അത്തിവൃക്ഷ ചുവട് ഏതാണ്? കേട്ടില്ല? മനുഷ്യന്റെ ഹൃദയമാണ്. വളമേതാണെന്നറിയാമോ? വചനമാണ്. എന്താണ്? ദൈവത്രവത്വം. ഈ മനുഷ്യൻ ഈ മുന്തിരിത്തോപ്പിന് നടുവിൽ ഈ അത്തി വെച്ച് പിടിപ്പിച്ചിട്ട് കൊല്ലം എത്രയായി? 3 സംവത്സരമായി. ഫലം തിരിഞ്ഞ് കടന്നു വന്നു, കണ്ടില്ല. വെട്ടാനായിട്ട് ഓർഡർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ മെസ്സേജിൽ കിടക്കാൻ ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. ദൈവങ്ങളെ, അത്തിവൃക്ഷമാകുന്ന നമ്മെ ഓരോരുത്തരെയും ഈ സഭയാകുന്ന മുന്തിരിത്തോപ്പിൽ പ്രപഞ്ചത്തെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. എത്ര കൊല്ലമായി ദൈവം ഇവിടെ നമ്മെ നട്ടിട്ടെന്ന് അവനവന്റെ പ്രായം നോക്കി കണക്കാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും ഓരോ മധ്യാഹ്നത്തിലും ഓരോ സായാഹ്നത്തിലും ഈ അത്തിവൃക്ഷമാകുന്ന നമ്മുടെ മുമ്പിലൂടെ കർത്താവാകുന്ന യേശു കടന്നു വരികയാണ്. ഈ മാത്തക്കുട്ടിയും മത്തായും ആണിക്കുഞ്ഞിൽ ഫലമുണ്ടോ എന്നറിയാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഫലം കാണാതെ വന്നപ്പോൾ വെട്ടാൻ വേണ്ടി ഓർഡർ കൊടുത്തു. എന്നാൽ കർത്താവാകുന്ന യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവേ, ഇവർക്ക് 1 വർഷം കൂടി നമുക്കൊരു ആയുസ് നീട്ടി കൊടുക്കാം. 1 പ്രാവശ്യം കൂടി സിംഗപ്പൂർ പള്ളിക്കകത്ത് വിളിച്ചിരുത്തി ഇവരുടെ ഹൃദയത്തിനകത്തേക്ക് ഈ വളം വന്നിട്ട് കൊടുക്കാം, വചനം വന്നിട്ട് കൊടുക്കാം. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എത്രയോ അപകടത്തിന് മുമ്പിൽ നമ്മൾ കടന്നു പോയതാണ്. ഗൗരവത്തോടെ കേൾക്കണം. എത്രയോ പ്രാവശ്യം തലവേദന കടന്നു വന്നപ്പോൾ നമ്മൾ ഇതിൽ ചിന്തിച്ചു, ഇതെന്തിന്റെ തുടക്കമാണോ? ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ ഓർമ്മപ്പെടുത്തിയ പോലെ കൊതുകൂത്തി തണുപ്പ് വന്നപ്പോൾ നമ്മൾ ഇതിൽ ചിന്തിച്ചു, ഇതെന്തിന്റെ ആരംഭമാണോ? പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഓരോ കുലുക്കങ്ങൾ രാജ്യത്ത് കടന്നു വന്നപ്പോഴും ദൈവമക്കളെ, പ്ലെയിനകത്ത് യാത്ര ചെയ്തപ്പോൾ, ബസ്സിനകത്ത് യാത്ര ചെയ്തപ്പോൾ, കാറിനകത്ത് കടന്നുപോയപ്പോൾ എത്രയോ സമയം നമ്മൾ അപകടത്തിനകത്ത് പെട്ടവരാണ്. ആ അപകടത്തിൽ ആ സമയത്ത് നമ്മെ ദൈവത്തിന് വെട്ടിക്കളയാമായിരുന്നു. ഹല്ലേലൂയ. ദൈവം വെട്ടിയില്ല. എന്താ കാരണം? കർത്താവ് പറഞ്ഞു, 1 പ്രാവശ്യം കൂടി ഇവരുടെ ഹൃദയത്തിനകത്ത് വളമാകുന്ന വചനം ഇട്ട് കൊടുത്തു നോക്കാം, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരും ദൈവം തമ്പുരാൻ ഒരവസരം കൂടെ തന്ന് 1 കൊല്ലം കൂടെ നീട്ടി നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? മേലാൽ കായ്ച്ചാലോ, കായ്ച്ചില്ലെങ്കിൽ എന്നാ ചെയ്യും? കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. തമ്പുരാൻ വെട്ടാൻ പിടിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രികാലം ജീവത്തെ ഏൽപ്പിച്ചു കൊടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും, ചിലരൊക്കെ ചിന്തിക്കും, അവസാനം ഞാൻ അങ്ങോട്ട് ഗുണപ്പെട്ടോളാം, അവസരം ലഭ്യമായി തീരുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ഈ രാത്രികാലം ദൈവം തമ്പുരാൻ അത്തിവൃക്ഷമായി നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവമക്കളെ ഈ അത്തിവൃക്ഷം ദൈവം തമ്പുരാൻ വെച്ച് പിടിപ്പിച്ച് നിങ്ങൾക്കറിയാമോ? ഫലം കിട്ടാൻ വേണ്ടി. ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്? ചവറിന് വേണ്ടിയിട്ടാണോ? ചൂട്ടിന് വേണ്ടിയിട്ടാണോ? വിറകിന് വേണ്ടിയിട്ടാണോ? വളത്തിന് വേണ്ടിയിട്ടാണോ? പിന്നെ എന്തിനാ? ഫലം കായ്ക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ്?
അത്തിവൃക്ഷത്തെ ഈ മുന്തിരിത്തോപ്പിൽ ദൈവം നട്ടുപിടിപ്പിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശം ഒന്നേയുള്ളൂ. അത് ചവറിനല്ല, വളത്തിനല്ല, ചാരത്തിനല്ല, വിറകിനല്ല, ഫലം കിട്ടാൻ. എന്നാ കിട്ടാനാ? ഏത് ഫലമാണ് അത്തിവൃക്ഷത്തിൽ നിന്ന് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്? വചനങ്ങൾ വെളിപ്പെടുത്തുന്നു, ആത്മാവിന്റെ ഫലം. ഏതാണ്? കേട്ടില്ല? ഗലാത്യലേഖനം 5-ാം അധ്യായം 23-ാം തിരുവചനം വേഗത്തിൽ വായിക്കട്ടെ. ഗലാത്യലേഖനം 5-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. ഗലാത്യർ 5:23. അതിന് മുകളിലുണ്ടല്ലോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ദൈവമക്കളെ, അത്തിവൃക്ഷത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ പ്രതീക്ഷിക്കുന്ന ഫലത്തിന്റെ പേരാണ് ആത്മാവിന്റെ ഫലം. ഏതാണ്? എല്ലാവരും പറഞ്ഞേ. എത്ര കൂട്ടം ആത്മാവിന് ഫലമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 9 കൂട്ടമുണ്ട്. എത്ര എണ്ണമുണ്ട്? അത് വായിച്ചത് കേട്ട് കാണുമായിരിക്കും. എനിക്ക് 4 മണിക്കൂർ പ്രസംഗിച്ച തീരാത്തോണം കാര്യം ഇവിടെ വെളിപ്പെടുത്താനുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ താഴെക്കാരനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിനുണ്ടാകട്ടെ. ആത്മാവിന്റെ ഫലമായി അപ്പോസ്തലനാകുന്ന പൗലോസ് വിവക്ഷിച്ചിരിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നത് 9 കൂട്ടം കാര്യമുണ്ട്. എത്ര കൂട്ടമുണ്ട്? 9 കൂട്ടം. ഏതൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. പലപ്പോഴൊക്കെ വചനമൊക്കെ വായിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ദൈവത്തിനുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, 9 കൂട്ടം ആത്മാവിന്റെ ഫലങ്ങളും ഒരു അത്തിവൃക്ഷത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. 9 കൂട്ടം ആത്മാവിന്റെ ഫലങ്ങളും ഒരു അത്തിവൃക്ഷത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. എത്ര കൂട്ടം ഫലം പുറപ്പെടുവിക്കുന്ന അത്തിവൃക്ഷം? 9 കൂട്ടം കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ഫലം ഏതാണ് നിങ്ങൾക്കറിയാമോ? പറഞ്ഞു പറ. കേട്ടില്ല? സ്ഥലമുയർത്തി. അച്ചായന്മാർ മാത്രം, ചേട്ടത്തിമാർ മാത്രം, എല്ലാവരും ചേർത്ത് പറഞ്ഞവരെയും പറയാത്ത ദൈവം ഇന്ന് രാത്രിയിൽ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലത്തിൽ അടിസ്ഥാനപരമായ ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് കുറെ പ്രത്യേകതയുണ്ട്. അതാണ് പ്രതിഭാസമായി പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം തിരുവചനം വേഗത്തിൽ വായിക്കട്ടെ. മതി. ദൈവത്തിനകത്തുണ്ടാകട്ടെ. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് എന്ത് പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ? ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് 15 പ്രത്യേകതയുണ്ട്. എത്ര പ്രത്യേകതയുണ്ട്? അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് വായിച്ചു കേട്ടത്. സ്നേഹം ദീർഘക്ഷമ കാണിക്കും. എന്നാ കാണിക്കും? ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ വ്യക്തിക്ക് സഹജീവികളോട്, മറ്റൊരു വ്യക്തിയോട് ദീർഘക്ഷമ കാണിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 15 കൂട്ടം കാര്യം പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാം പ്രസംഗിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അതിനകത്തുനിന്ന് പ്രസംഗിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്കത് കേൾക്കാൻ ഇടയായി തീരട്ടെ. ഒന്നാമത്തേത് ദീർഘക്ഷമ കാണിക്കും. എന്നാ കാണിക്കും? എന്താ ദീർഘക്ഷമ? ചരിത്രം മാത്രം വേഗത്തിൽ പ്രസ്താവിക്കുവാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ മകനാകുന്ന യോസേഫിനെ യാക്കോബ് അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടിട്ട് അവന്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കടനകത്തിനിടയായിട്ടുണ്ട്. ചുരുക്കി പറയാം, വചനം വായിപ്പിക്കുന്നില്ല. യാക്കോബ് തന്റെ മകനാകുന്ന യോസേഫിനെ അധികം സ്നേഹിക്കുന്നു എന്ന് കണ്ടിട്ട് അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. എന്നാ തോന്നി? അസൂയ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഇപ്പോൾ അസൂയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് അതാണ്. ദൈവത്തിനുണ്ടാകട്ടെ. ദൈവമക്കളെ, യാക്കോബിന്റെ സഹോദരന്മാര്, യോസേഫിന്റെ സഹോദരന്മാര് യോസേഫിന് എന്ത് ചെയ്തു? പൊട്ടക്കിണറിനകം തള്ളിയിട്ടു. എവിടെ തള്ളിയിട്ടു? എനിക്കറിയാവുന്ന ചരിത്രമാണ്, ചുരുക്കി പറയാം. ദൈവമക്കളെ, അവർ എടുത്തതായ തീരുമാനം, ആശയം, നിഗമനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അപ്പൻ യോസേഫിനെ സ്നേഹിക്കുന്നത് നമുക്ക് അവനെ വകവരുത്തണം. എന്നിട്ട് യോസേഫിന്റെ വസ്ത്രമെടുത്ത് ഒരു മൃഗത്തെ കൊന്ന് അതിൽ രക്തമെടുത്ത് അപ്പന്റെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കണം.
അപ്പനെ സ്നേഹിക്കുന്ന പ്രിയങ്കര മകനാകുന്ന യോസേഫിനെ ഒരു മൃഗം കടിച്ചു കീറി. അതിന്റെ തെളിവാണ് ഈ രക്തവും ഈ ഉടുതുണിയും. എന്റെ പ്രിയപ്പെട്ട യുവതി മക്കളെ, അങ്ങനെ യോസേഫിനെ പൊട്ടക്കിണറിനകത്ത് തള്ളിയിട്ട് പൊങ്ങി നിൽക്കുന്ന സമയത്ത് അവരുടെ വിദ്യാന കച്ചവടക്കാർ വരുമ്പോൾ ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞു, ഇവനെ കിണറിനകത്ത് നശിപ്പിക്കേണ്ട, കിട്ടുന്ന കാശിന് കച്ചവടക്കാർ കൊടുക്കുക. അങ്ങനെ ദൈവമക്കളെ, വിദ്യാന കച്ചവടക്കാർക്ക് കിണറിനകത്ത് കിടക്കുന്ന യോസേഫിനെ പിടിച്ച് വിൽക്കാനിടയായി തീർന്നു. യോസേഫിനെ അടിമയാക്കിക്കൊണ്ട് അടിമച്ചന്തയ്ക്കകത്ത് കടന്നു പോകുന്നു. അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് യോസേഫിനെ ലേലം വിളിക്കുന്നു. ആരാണ് യോസേഫ് ലേലത്തിനകത്ത് വാങ്ങിയത്? ഫറവോന്റെ അകമ്പടി നായകനാകുന്ന പോത്തിഫേറവനെ വിലയ്ക്ക് വാങ്ങാനിടയായി തീർന്നു. അടിമയെ കുറിച്ച് പഠിപ്പിക്കാൻ ചില ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, പോത്തിഫേറിന്റെ കുടുംബത്തിനകത്ത് യോസേഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ആക്കി വെച്ചിട്ട് കടന്നുപോയി. എന്നാ പോത്തിഫേറിന്റെ ഭാര്യ കോമള രൂപമുള്ള ആകാര സൗഷ്ഠവമുള്ള യോസേഫിൽ ആകട്ടയായി. പ്രലോഭനങ്ങളാൽ ഈ സ്ത്രീ യോസേഫിനെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവകൃപ കൂടെയുണ്ടായിരുന്ന യോസേഫ് പുത്രന്മാർ രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ പോത്തിഫേറിന്റെ ഭാര്യ എന്ത് ചെയ്തു? അത് 1.5 മണിക്കൂർ പ്രസംഗിക്കണം, ഒരു വാക്ക് വെളിപ്പെടുത്തിട്ട് യോസേഫിന്റെ ഉടുതുണിക്ക് കീറി പിടിച്ചു. ഇന്നാണെങ്കിൽ ഉടുതുണി പിടിക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല, നിന്ന് കൊടുത്തേനെ. യോസേഫ് പക്ഷെ നിന്ന് കൊടുത്തില്ല. അവൻ വസ്ത്രം അഴിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസേഫ് രക്ഷപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു? അടുത്ത സെക്കൻഡിൽ ഈ ഉടുവസ്ത്രമായിട്ട് സിറ്റ് ഔട്ടിൽ വന്നൊരു ഒറ്റ പ്രഖ്യാപനം. ഈ കുടുംബത്തിനകത്ത് കൊണ്ടുവന്ന് വെച്ച യോസേഫ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ തെളിവാണ് എന്ത്? മറുപടി പറഞ്ഞേ, ഈ ഉടുവസ്ത്രം. ദൈവമക്കളെ, പോത്തിഫേറിന്റെ ഭാര്യ യോസേഫിന് ഉടുവസ്ത്രം എടുത്തുകൊണ്ട് സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തി. അടുത്ത സെക്കൻഡിൽ യോസേഫിന് കിട്ടി. എന്ത് കിട്ടിയെന്നറിയാമോ? കാരാഗ്രഹം. എന്താ? കുണ്ടറ. എന്താ? തടവറ. എന്താ? ജയില്. എന്താ? വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, പോത്തിഫേറിന്റെ ഭാര്യ കടന്നു വന്ന് ഈ ഉടുതുണി ഒക്കെ പിടിച്ചു. അടുത്ത സെക്കൻഡ് യോസേഫിന് കിട്ടിയത് കാരാഗ്രഹമായിരുന്നു. മറക്കേണ്ട എന്റെ പ്രിയങ്കരായ ദൈവത്തിന്റെ മക്കളെ, എന്നാൽ കാരാഗ്രഹത്തിനകത്ത് കടക്കുമ്പോഴും ഈ പോത്തിഫേറിന്റെ ഭാര്യ ഉടുവസ്ത്രം അടിച്ച് ദൈവമക്കളെ പൊക്കി കാണിക്കുമ്പോഴും തന്റെ സഹോദരന്മാർ വിദ്യാന കച്ചവടക്കാർക്ക് വിറ്റിയപ്പോഴും ഈ യോസേഫിനെ കിണറകം തള്ളിയപ്പോഴും അവന്റെ സഹോദരന്മാരോട് യോസേഫ് ദീർഘക്ഷമ കാണിച്ചു. എന്നാ കാണിച്ചു? കേട്ടില്ല. നിരപരാധിയാൽ നിന്നെ അനുഭവിച്ച സ്നേഹിത, നിന്റെ രക്തബന്ധത്തിൽപ്പെട്ടവർ നിന്നെ പഴി പറഞ്ഞില്ലേ? മോളെ, നിന്റെ ഹൃദയത്തിന്റെ വേദന ആരും അറിഞ്ഞില്ല. നിരപരാധിയായി നിന്നെ അനുഭവിക്കുന്ന പീഡനം അനുഭവിക്കുന്ന സ്നേഹിത സഹോദരി, രാത്രികാലം ദീർഘക്ഷമയോടെ നിനക്ക് നീ നാളത്തെ മന്ത്രിയാകാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസേഫ് തന്നെ ഉപദ്രവിച്ച ആളുകളോട് ദീർഘക്ഷമ കാണിച്ചപ്പോൾ യോസേഫിന് ദൈവം തമ്പുരാൻ ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പേരാണ്, ഒന്നാമത്തെ മോന്റെ പേര് മനസ്സേ. എന്താണ്? കേട്ടില്ല. മനസ്സേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? മറവി. എന്താണ് അർത്ഥം? യോസേഫ് തന്റെ സഹോദരന്മാരോട് ദീർഘക്ഷമ കാണിച്ചപ്പോൾ ദൈവത്തിന് ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പേര് എന്താ പറഞ്ഞത്? മനസ്സേ. എന്താണ് അർത്ഥം? മറവി. ചെയ്തതെല്ലാം യോസേഫ് മറന്നപ്പോൾ, പീഡിപ്പിച്ചതും ഉപദ്രവിച്ചതും എല്ലാം ദൈവങ്ങളെ യോസേഫ് മറന്നപ്പോൾ യോസേഫിന് ദൈവം മറ്റൊരു മകനെ കൊടുത്തു. അവന്റെ പേര് നിങ്ങൾക്കറിയാമോ? എഫ്രീം. എന്താണ്? കേട്ടില്ല. എഫ്രീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഇല്ല. നിങ്ങൾ കേട്ടോ? കൃപ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ്? അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. ചെയ്തതെല്ലാം മറക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കൃപ തരുന്ന ഒരു ദൈവമുണ്ട്. ഒരു ഹാലലി പറഞ്ഞേ, ഫലമേർത്തി പറഞ്ഞേ, സ്വരമേർത്തി പറഞ്ഞേ. ദൈവത്തിനകത്തുണ്ടാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നാൽ വ്യക്തിയിൽ ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ പ്രത്യേകത അത് ദീർഘക്ഷമ കാണിക്കും. എന്നാ കാണിക്കും? ദീർഘക്ഷമയുണ്ടോ? കേട്ടില്ല. ദീർഘക്ഷമ ഉണ്ടോ? സഹോദരങ്ങൾ ഉപദ്രവിക്കുമ്പോൾ ദൈവത്തിനകത്തുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദീർഘക്ഷമയോടെ നിന്നാൽ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:23 ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: ആകയാൽ നീ വഴിപാടർപ്പിക്കും ബലിപീഠത്തിൽ കടന്നു വരുമ്പോൾ
സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന സഹോദരനോട് നിരുകൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ, ആരാധിക്കാൻ കടന്നു വരുമ്പോൾ സഹോദരന് നമ്മോട് വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ, നമുക്ക് അവനോടുണ്ടെങ്കിലല്ല, പിന്നെയോ വാക്ക് മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? നിന്റെ സഹോദരന് നിന്നോട് വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ വെക്കുന്നതിന് മുമ്പ് ഒന്നാമത് എന്ന സഹോദരനോട് നിരുന്നു കൊള്ളണം, പിന്നെ വന്ന് വഴിപാട് കഴിക്കാൻ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവതി മക്കളെ, മാതാപിതാക്കളെ ബഹുമാനിക്കാറുണ്ടോ? ഞാനിന്ന് പുറകത്തെ കവലയിൽ ജിജിയങ്കളുമായിട്ട് പോയി നിന്ന സമയത്ത് കുറെ നേരം എനിക്ക് നോക്കി നിൽക്കാൻ ഇടയായി തീർന്നു. അപ്പൊ കുറെ കാരണന്മാരൊക്കെ ഇത് പോകുന്നത് കണ്ടപ്പോ ഞാനോട് ചോദിച്ചു, അവരോട് ചോദിച്ചു, കാരണന്മാരെ കുറെ ഗംഭീരമായിട്ടാണ് ഇവിടെ ആളുകൾ ബഹുമാനിക്കുന്നത് ചോദിച്ചപ്പോൾ ചോദിക്കുന്ന ഇടയാ തീർന്നു. ദൈവങ്ങളെ, ഞാൻ തെളിവ് കൊണ്ടുവന്നു എന്റെ കൈവശം. ഇവിടെ പ്രസംഗിക്കാൻ ഒരു വേദിയൊന്നുമല്ല. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം വ്യത്യസ്തമായി പോയി. വേദനയോടെ പ്രയോജിക്കുന്ന വൃത്തിയില്ല. നമ്മുടെ കേരളത്തിൽ മാതാപിതാക്കളെ എല്ലാം ഇന്ന് ആളുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, മാതാപിതാക്കൾ ഈ ലോകത്തിലെ കാണപ്പെട്ട ദൈവമാണ്. ഹല്ലേലൂയ. മാതാപിതാക്കൾ ആരാണ്? നിങ്ങൾ ഈ സിംഗപ്പൂരിനൊക്കെ ജീവിക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെ. നിങ്ങൾക്ക് ചരിത്രം അറിയാമെന്ന് എനിക്കറിയത്തില്ല. 9 മാസം 9 വിനാഴിക ഉദരത്തിനകത്തിട്ട് നൊന്തുപറ്റ തവയുടെ മുഖത്തേക്ക് നോക്കി അമ്മയെന്ന് വിളിക്കൽ വഴി കാണിക്കരുത്. നമുക്ക് ജന്മം തരാൻ വേണ്ടി കഷ്ടപ്പെട്ട് കണ്ടത്തിനകത്ത് പോത്തി ചവിട്ടി കലക്കവെള്ളം കുടിച്ച് ദൈവദ്രോഹത്തോണ്ടാകട്ടെ കിഴക്കേ ചക്രവാൾ ഉദിക്കുന്ന സൂര്യന്റെ കിരണങ്ങൾ മുതൽ പടിഞ്ഞാറ് ചക്രവാൾ അസ്തമിക്കാൻ വെമ്പരോടെ നിലകൊള്ളുന്ന അസ്തമന സൂര്യന്റെ കിരണങ്ങൾ വരെയും ശരീരത്തിനകത്ത് ഏറ്റെടുത്ത് മീൻകൊട്ട ചുങ്ങിയ നമ്മുടെ കാരണവന്മാരെ മറക്കാതിരിക്കാൻ പ്രത്യേകം കരുതിക്കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സംഭവം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്ഥലത്തിന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ സുഹൃത്തുക്കൾ ദൈവമക്കളെ ഒരു സ്ഥലത്ത് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ കളിയാ മക്കളെ? ഷട്ടിൽ എന്ന് പറയാൻ അറിയാമല്ലേ? ഷട്ടിൽ കളിക്കുമ്പോൾ അവർ കണ്ടതായ ദൃശ്യം എന്ന് പറയുന്നത് തൊട്ടടുത്തൊരു വീട്ടിൽ നിന്ന് പുക പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മക്കളെ? ഇവർ കാര്യം ചെയ്തു, ഷട്ടിലും ബാറ്റും താഴെ വെച്ചിട്ട് ഈ പുക പോകുന്ന കുടുംബത്തെ ലക്ഷ്യമാക്കി കടന്നു ചെന്നപ്പോ കണ്ടത് ഇങ്ങനെയാണ്, ഇത് അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. ഇവർ കാര്യം ചെയ്തു, ഷട്ടിലും ബാറ്റും താഴെ വെച്ചിട്ട് ഈ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് പ്രവേശിച്ചു. പുകപടലങ്ങൾ മുറി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. പുകപടലങ്ങളെ വകഞ്ഞു മാറ്റി അതീവ ശ്രദ്ധയോടെ അവർ നോക്കുമ്പോൾ ഒരു ദൃശ്യം കണ്ടു. ആ മുറിയുടെ മൂലയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു കട്ടിലെ കത്തിക്കൊണ്ട് കിടക്കുകയാണ്. ഇവർ കത്തപ്പെട്ട് പുകപടലങ്ങൾ വകഞ്ഞു മാറ്റി ഈ കട്ടിലെ കിടക്കുന്ന മനുഷ്യൻ കടന്നു എന്ന് അവന്റെ കട്ടിലിന്റെ കാലിൽ പിടിച്ച് ഈ സുഖത്തിനെ ഉരുട്ടിത്തള്ളി താഴെയിട്ട് പൊക്കിയെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നു. ശരീരം പകുതി കത്തിക്കരി വാളിച്ചിരിക്കുന്നു. പച്ചമാംസം രൂക്ഷഗന്ധം പരിസരത്തെ മലിവസമാക്കി തീർക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൽ വാഹനം കടന്നു വന്നു. ഈ മനുഷ്യനെ വാഹനത്തിന്റെ അകത്ത് കയറ്റി എന്റെ സുഹൃത്തുക്കൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന മാർഗമധ്യത്തിൽ എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ മടിയിലാണ് ഈ ചെറുക്കിന് തലയിരിക്കുന്നത്. വടിയിൽ വെച്ച് വല്ലത് സംഭവിച്ചാൽ ഡെഡ് ബോഡിയെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യമാണല്ലെന്ന് കരുതി എന്റെ സുഹൃത്ത് വിനയത്തോടെ ഇങ്ങനെ ചോദിച്ചു, അല്ല താങ്കളുടെ പേരെന്താകുന്നു? എന്താ ചോദിച്ചേ? താങ്കളുടെ? ആ മനുഷ്യൻ കൽക്കത ഭാവത്തോടുകൂടി ഇങ്ങനെ പ്രതികരിച്ചു, എന്റെ പേര് ജോസഫ് എന്നാകുന്നു. എന്താ പറഞ്ഞേ? കേട്ടില്ല? ആരുടെ പേരാ ജോസഫ്? കത്യവന്റെ പേരല്ല, യേശുവിന്റെ അപ്പന്റെ പേരാ ജോസഫ്. ഹല്ലേലൂയ. ആവേശത്തോടെ നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ദൈവമക്കളെ കർത്താവിനെ കുരിശ് വരച്ച് കീർത്തനം പാടുന്ന ഒരു സുറിയാനിക്കാരന്റെ പേരാണ് ജോസഫ്. ഈ ജോസഫിനെ വഹിച്ചുള്ള ആംബുലൻസ് കോട്ടയത്തേക്ക് ശീഘ്രഗതി കുതിച്ചു പായുമ്പോൾ എന്റെ സുഹൃത്ത് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, അല്ല താങ്കൾ എന്തെടുക്കുന്നു? ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനൊരു പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനാണ്. പട്ടാളത്തിനകത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ കടന്നു വന്നു. വളർത്തി വലുതാക്കി അമ്മയ്ക്കിട്ട് കൈ നോത്ത് പൊട്ടിരി കൊടുത്ത് വീട് വിട്ടിറങ്ങി ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ഈ പട്ടാളക്കാരൻ ജോസഫ് സാറിന് വഹിച്ചുള്ള ആംബുലൻസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രധാന ഗേറ്റിൽ എത്തുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ഈ ലോകം വിട്ട് കടന്നുപോയി.
ഈ മനുഷ്യന്റെ കത്തിക്കഴിഞ്ഞ മൃതശരീരം എന്റെ സുഹൃത്തുക്കൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ കൊണ്ടുപോയി കിടന്നു. ബന്ധപ്പെട്ട അധികാരികളെയും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ച് മടങ്ങി വന്നപ്പോൾ കണ്ടതായ കാഴ്ച ഞെട്ടിപ്പിക്കുന്ന ഭീകരമായിരുന്നു. കേൾക്കേണ്ടത് നിങ്ങൾക്ക് എന്താണെന്ന്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറി മുറ്റത്ത് അരങ്ങ് തകർത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കൂറ്റൻ വളവൃക്ഷത്തിന്റെ മുകളിൽ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാക്കക്കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ഈ മനുഷ്യന്റെ രണ്ട് കണ്ണുകളും കൊത്തിപ്പറച്ച് തിന്നുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറി മുറ്റത്ത് അരങ്ങേറിയ ഈ ഭീകര നാടകത്തെ കുറിച്ച് ദൈവത്തിന് ഹൈക്കമാൻഡ് ഈ പരിശുദ്ധ ബൈബിൾ സിംഗപ്പൂർ പള്ളിക്കകത്ത് നിന്ന് പ്രസംഗിക്കുന്നു. ബൈബിൾ എടുക്കട്ടെ. സദൃശവാക്യം 30-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. സദൃശവാക്യം 30-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. സദൃശവാക്യം 30-17. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നു കളയുകയും ചെയ്യും. എല്ലാവരും കണ്ണു തുറന്നിരുന്നേ. സദൃശവാക്യം 30-17 ദൈവത്തിന്റെ പ്രൗഢമായ തിരുവചനം വെളിപ്പെടുത്തുകയാണ്. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ ലോകത്തിലെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അപ്പനും അമ്മയുമാണ്. ആരാണ്? കേട്ടില്ലല്ലോ. പറഞ്ഞവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ലോക ചരിത്രത്തിനകത്ത് ഏറ്റവും അധികം നാൾ ജീവിച്ച വ്യക്തി ആരാണ് നിങ്ങൾക്കറിയാമോ? മെതുസലേ. എന്താണ് പേര്? പ്രായം അറിയാമോ? 969 വയസ്സ്. എത്രയാണ്? അതിന്റെ ബാക്കി ഭാഗം നാളെ ഞാൻ പ്രസംഗിക്കാം. അതോടെ ഇപ്പോൾ വാക്ക് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് ഉണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, മോശയുടെ കരത്തിനകത്ത് ദൈവം നമ്മൾ പ്രമാണം എഴുതി കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും വായിക്കുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 10 കൽപ്പനകൾ. ഏതാണ് 10 കൽപ്പന? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? 10 കൽപ്പന പഠിക്കുകയാണെങ്കിൽ 10 കൽപ്പനയിൽ ഒരേ ഒരു കൽപ്പനയ്ക്കാണ് സ്വർഗം ഒരു ഗിഫ്റ്റ് പ്രോമിസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേതിനാണെന്ന് അറിയാമോ? കൊലപാതകം ചെയ്തിട്ട് വന്നാൽ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടില്ല. വ്യഭിചരിച്ചിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. 10 കൽപ്പനയിൽ ഒരേ ഒരു കൽപ്പനയ്ക്ക് സ്വർഗം ഒരു ഗിഫ്റ്റ് പ്രോമിസ് ചെയ്തു. അതേതിനാണെന്ന് അറിയാമോ? നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സോടെ ജീവിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. കരമർത്തി ഹാലേ പറഞ്ഞേ. ദൈവമക്കളെ, നന്മ വേണമെങ്കിൽ ദീർഘായുസ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക. 4 മണിക്ക് എഴുന്നേറ്റ് ബർമുഡ ഇട്ടുകൊണ്ട് സിംഗപ്പൂരിൽ ദൈവമക്കളെ വുഡ്ലാൻഡ്സ് വരെ നടക്കുക. അങ്ങനെയാണോ പറഞ്ഞത്? കേട്ടില്ല. നിനക്ക് നന്മ വേണമെങ്കിൽ ദീർഘായുസ് വേണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക. നിന്റെ അച്ചാച്ചനെയും അമ്മച്ചിയെയും ബഹുമാനിക്കുക. ജോലിക്കകത്ത് മക്കളെ പ്രമോഷൻ വേണം. ജോലി ചെയ്ത സ്ഥാപനത്തിനകത്ത് സ്ഥിര നിയമനം വേണോ? തലമുറയെ കണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം കിട്ടണമോ? ഈ കാല് വെക്കുന്നിടത്തെല്ലാം ഐശ്വര്യം കടന്നു വരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യാൻ പരിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. ഈ ലോകത്തിലെ കാണപ്പെട്ട തമ്പുരാൻ ആരാണ്? ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പഠിച്ചത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പ്രഘോഷിക്കുന്നത് ഈ കറുത്ത പുസ്തകമാണ്. വള്ളി പുള്ളി വിസർഗിച്ച അവർക്കാർ വലിയ വ്യത്യാസം തന്നെ ഉലക ചരിത്രത്തിനകത്ത് സത്യസന്ധ കാണിക്കുന്ന ഒരേ ഒരു പുസ്തകം ഒന്നേകാൽ പകരം വെക്കാനില്ല എന്ന് ഞാൻ ദൈവമക്കൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ബൈബിളിൽ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എനിക്കത് ബാധകമല്ല. സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിത് നമ്മുടെ മാതാപിതാക്കളെ പങ്കുതട്ടുകയാണെങ്കിൽ, അപ്പ എന്ന് വിളിക്കാൻ, അമ്മ എന്ന് വിളിക്കാൻ ദൈവമക്കളെ വൈമനസ്സം കാണിക്കുകയാണെങ്കിൽ, ഉദരം നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ദൈവമക്കളെ നമ്മൾ മനസ്സ് കാണിക്കാതിരിക്കുകയാണെങ്കിൽ, നാളെ നമ്മൾ ഒരപ്പനായി അമ്മയായി തീരും. ഹല്ലേലൂയ. നമ്മൾ നാളെ ആരായി തീരും? കേട്ടില്ലല്ലോ. ഒരപ്പനായി അമ്മയായി തീരും. അന്ന് നമ്മുടെ മക്കൾ നമ്മളെ സിംഗപ്പൂർ തൊട്ട് വുഡ്ലാൻഡ്സ് വരെ തെരുവിലൂടെ വലിക്കും. ഓർത്തോ, നിങ്ങൾ സൂക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ തലമുറ നമ്മോട് ഇത് കാണിക്കാതിരിക്കണമെങ്കിൽ ബൈബിൾ വെളിപ്പെടുത്തുന്നു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ദീർഘക്ഷമയോടെ പെരുമാറിയ ദൈവമക്കളെ, ഇന്നിവിടെ അനേക കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്.
സഹോദരൻ ഇരിക്കുന്നുണ്ട്. അവിടെ കാരണമാണ് സുഹൃതമാണ് നമ്മൾ ഇനി നിലയിലെത്താൻ കാരണം. ഹല്ലേലൂയ. അവരെ മറക്കരുത് പ്രിയപ്പെട്ട ഈ മക്കളെ. അവരെ ഒന്നും നെഞ്ചിനകത്ത് ഓർത്ത് പ്രാർത്ഥിച്ചോണം. അവരെ കരുതണം, അവരെ ബഹുമാനിക്കണം. നന്മ നിങ്ങൾക്കുണ്ടാകും. ഞാൻ വാക്ക് ചുരുക്കി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തിരുവചനം വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നാൽ വ്യക്തിയിലുണ്ടാകുന്ന സ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ദീർഘക്ഷമ ദയ കാണിക്കും. 1 കൊരിന്ത്യർ 13:4 വായിച്ച്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹത്തിന്റെ അടിസ്ഥാനപരമായ രണ്ടാമത്തെ പ്രത്യേകത ദയ കാണിക്കും. എന്നാ കാണിക്കും? കേട്ടില്ലല്ലോ. സ്വരമുയർത്തിക്കേ, ശബ്ദമുയർത്തിക്കേ. ദയ കാണിക്കും. ഞാനത് തെളിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് 10-ാം അധ്യായം 30-ാമത്തെ തിരുവചനം വേഗത്തിൽ വായിക്കാം. ലൂക്കോസ് 10:30 വേഗം വായിക്കാം. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് യെരിഹോവിലേക്ക് കടന്നു പോകുന്നു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഞാൻ വെളിപ്പെടുത്താം, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തികളിലേക്ക് കടന്നു വന്ന ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത തിരുവചനം വെളിപ്പെടുത്തുകയാണ്. അത് ദയയുള്ള സ്നേഹമായിരിക്കും. എന്ത് സ്നേഹമാണ്? ഉറക്കെ പറഞ്ഞേ, ദയയുള്ള സ്നേഹം. ലൂക്കോസ് 10:30 പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ യെരുസലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുകയാണ്. എവിടെ യാത്ര ചെയ്യുന്നേ? യെരിഹോവിലേക്ക്. കടന്നു പോകുന്ന മാർഗമധ്യത്തിൽ ഈ ചെറുപ്പക്കാരൻ കള്ളന്മാരുടെ കയ്യിൽ അപഹരിക്കപ്പെടാനിടയായി തോന്നും. കള്ളന്മാർ അവനെ വസ്ത്രമഴിച്ച് അർത്ഥപ്രാണനാക്കി വഴികളിൽ കടന്നു പോകുമ്പോൾ അതുവഴി ആര് കടന്നു വന്നു? ആര് കടന്നു വന്നേ? അയ്യോ, നിന്നെ കഴിയത്തില്ലേ? ഒരു പുരോഹിതൻ കടന്നു വന്നു. ആരാ കടന്നു വന്നേ? ദൈവമക്കളെ, പുരോഹിതൻ കടന്നു വന്നിട്ട് ഈ പുരോഹിതൻ എന്ത് ചെയ്തു? ഇവനെ കണ്ടിട്ട് കണ്ടില്ലെന്ന് അടിച്ച് കടന്നുപോയി. രണ്ടാമത് വഴി ആര് കടന്നു വന്നു? ഒരു ലേവ്യൻ കടന്നു വന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കപ്പ്യാര് വന്നു. ആര് വന്നു? ലേവ്യൻ എന്ന് പറഞ്ഞ ആരാധനയുമായിട്ട് സഹകരിക്കുന്ന ആളാണ്. ദൈവത്തിനുണ്ടാകട്ടെ. കപ്പ്യാരും എന്ത് ചെയ്തു? ഒറ്റ വാക്ക കണ്ടില്ലെന്ന് അടിച്ച് അവന് കടന്നുപോയി. മൂന്നാമത് വഴി ആര് കടന്നു വന്നു? ഒരു ശമരിയക്കാരൻ കടന്നു വന്നു എന്ന് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. ഞാനൊരു പുരോഹിതനായി പോയി. ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഒന്നും നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പ്രസംഗിക്കാൻ പോയ നാളെ തീരത്തില്ല. ഇന്നുകൊണ്ട് ഈ വിഷയം ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. നാളെ മറ്റൊരു വിഷയം പ്രസംഗിക്കും. ദൈവത്തിനുണ്ടാകട്ടെ. എന്റെ പ്രിയ ദൈവങ്ങളെ, ഒന്നാമത് ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യരുടെ സമീപത്തോടെ കടന്നു വന്നത് ആരാണ്? പുരോഹിതനാണ്. ഈ പുരോഹിതൻ ഈ മുറിഞ്ഞു കിടക്കുന്ന രക്തമൊലിച്ച് കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് കടന്നുപോയി എന്നാണ് വചനത്തിൽ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പുരോഹിതൻ ഇങ്ങനെ കടന്നു പോകാൻ കാരണം? ഞങ്ങൾ പുരോഹിതന്മാരായി പോയി, മനസാക്ഷിയില്ലാത്ത മാന്യന്മാരാണ് ഇവരെന്ന് നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. പറഞ്ഞേ. ഈ പുരോഹിത ദൈവമക്കളെ ഈ മനുഷ്യനെ കണ്ടിട്ട് കടന്നു പോകാൻ ഇടയായി തീർന്ന ഒത്തിരി കാര്യം പഠിപ്പിക്കാനുണ്ട്. എങ്കിലും 1-2 കാര്യങ്ങളൊന്ന് സൂചനയായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിനുണ്ടാകട്ടെ. ഞാൻ മിക്കവാറും 1.5 മാസങ്ങളിൽ മണകാട് പള്ളി പ്രസംഗം നടത്താറുണ്ട്. കഴിഞ്ഞ വെള്ളിയാണ് ഞാൻ പ്രസംഗിച്ചത്. ദൈവത്തിനുണ്ടാകട്ടെ. അവിടുത്തെ പ്രത്യേകത 15 വികാരിയച്ചന്മാരുണ്ട്. എത്ര പേരുണ്ട്? 5000-ഓളം വീട്ടുകാരുണ്ട്. ദൈവമക്കളെ, 14 വികാരിയച്ചന്മാര്. ഇന്ന് ഒരച്ഛന്റെ വീതമാണെങ്കിൽ, തവണയാണെങ്കിൽ, പിന്നെ ഈ 13 അച്ഛന്മാരുടെ തവണ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ തവണ നടത്തിയ അച്ഛന് വീതം വരുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ട് ദൈവമക്കളെ, ഈ അച്ഛന് ഇന്നത്തെ തവണ മുടങ്ങിപ്പോയാൽ പിന്നെ അച്ഛന് തവണ വരണമെങ്കിൽ എത്ര ആഴ്ച കാത്തിരിക്കണം? 13 ആഴ്ച കാത്തിരുന്നെങ്കിൽ 14-ാമത്തെ തവണ ഈ അച്ഛന് വരത്തുള്ളൂ. അതുകൊണ്ട് ഈ തവണ അച്ഛൻ കാര്യമാക്കോ? എത്ര തിരക്കാണെങ്കിലും ഈ തവണയിൽ തന്നെ അച്ഛൻ പോയി ദൈവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് കടന്നു പോകും. ഹല്ലേലൂയ. ദൈവമക്കളെ, പഴയ നിയമ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും പള്ളി പരിശുദ്ധ കുർബാനയും ഉണ്ടായില്ല. അതൊക്കെ അല്പം ആധികാരികമായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. സമയത്തിന് പരിധിക്കകത്ത് ചുരുക്കത്തിൽ ആഗ്രഹിക്കുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവാലയത്തിനകത്ത് പരിശുദ്ധ കുർബാന ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അന്നത്തെ അച്ഛന്റെ ആരാധന മുടങ്ങിപ്പോകാൻ ഇടയായി തീർന്നാൽ അച്ഛൻ പേരെ കാത്തിരിക്കണം. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു? മറുപടി പറഞ്ഞേ, ഈ മനുഷ്യരെ കടന്ന്
കടന്നുപോയി. രണ്ടാമത്, ശവത്തെ തൊടുന്നവൻ അശുദ്ധനാണ്. ആരാണ്? കേട്ടില്ല. ദൈവത്തെ നമ്മളൊക്കെ ആണെങ്കിൽ പോലും ശവമടക്കിനൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങനെ ഇപ്പോഴും ചെയ്യാറുണ്ട്. ശവമടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് വൈകുന്നേരം വന്ന് പള്ളിയിലാണെങ്കിലും പൊളിയൊക്കെ കഴിഞ്ഞിട്ട് ദൈവങ്ങളെ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ മരണം നടന്നാൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ? എല്ലാം കുളിച്ച് റെഡിയായി എന്നിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ. എന്തുമാകട്ടെ, ന്യായപ്രമാണം പോലും ഇങ്ങനെയാണ് സംബോധന എഴുതിയിരിക്കുന്നത്. ശവത്തെ തൊടുന്നവൻ ആരായിത്തീരും? അശുദ്ധനായിത്തീരും. ആരാധനയ്ക്ക് കടന്നു പോകുന്ന പുരോഹിതൻ, ദൈവമക്കളെ, ഈ മനുഷ്യനെ പുറക്കിയെടുക്കുന്ന സമയത്ത്, പൊക്കിയെടുക്കുന്ന സമയത്ത് അവൻ മരിച്ചവനാണെങ്കിൽ ഈ പുരോഹിതൻ ആരായിത്തീരും? അശുദ്ധനായിത്തീരും. അതുകൊണ്ട് ഈ പുരോഹിതൻ എന്ത് ചെയ്തു? ഇവനെ കണ്ടിട്ട് കടന്നുപോയി. ഞാൻ ഓർക്കുകയും അന്നത്തെ പരിശുദ്ധ കുർബാന മിക്കവാറും ആ പുരോഹിതൻ അർപ്പിച്ചത് ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടായിരിക്കും. ഹാലലി പറഞ്ഞേ. മൂന്നാമത്തെ കാര്യം ചുരുക്കി പറയാം, ദൈവത്തിനടുത്തുണ്ടാകട്ടെ. ഇവിടെ ഞായറാഴ്ച എപ്പോഴാണ് പരിശുദ്ധ കുർബാന? 8:45. ഉദാഹരണം പറയാം, ഞാൻ ഇവിടുത്തെ വികാരിയാണ് സങ്കല്പിക്കുക. സ്വപ്നം കാണാൻ ഒക്കത്തില്ല, അത് വേറെ കാര്യം. ദൈവമക്കളെ, ഞാൻ ഇവിടുത്തെ വികാരിയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ എപ്പോഴാണ് കുർബാന? രാവിലെ 8:45. ഞാൻ ദൈവമക്കളെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ ഉഡ്ലാൻസിന്റെ അങ്ങേയറ്റത്ത് ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുകയാണ്. ഞാൻ സഹതാപം കണ്ടിട്ട് ഈ മനുഷ്യനെ പൊക്കിയെടുത്ത് ദൈവമക്കളെ ഇവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി കൊണ്ടുവന്നാക്കി, കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആക്കി, ഡോക്ടറെ കണ്ട് കാര്യം സാധിച്ച് 9:30 ഈ പള്ളി വന്നു. എപ്പോ വന്നു? കേട്ടില്ല. 9:30 ഞാൻ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വലിയ അഭിമാനത്തോടെ ത്യാഗം നടത്തിയ സന്തോഷത്തോടു കൂടി ദൈവമക്കളെ ഈ പള്ളിയുടെ മേളിലേക്ക് കയറി വരുന്ന സമയത്ത് ഇടവക്കാരും, കൈക്കാരും, കമ്മിറ്റിക്കാരും, പാരിഷ് കൗൺസിൽ അംഗങ്ങള്, ഇടവക ജനങ്ങൾ മുഴുവനും പള്ളിയുടെ പ്രധാന ഡോറിൽ കാത്തു നിൽക്കുക. ഞാൻ ദൈവമക്കളെ ആവേശത്തോടെ വന്ന സമയത്ത് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, അച്ഛാ സമയം എത്രയായി? എന്താ ചോദിച്ചേ? ഞാൻ പറഞ്ഞു 9:30. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഇവിടെ 8:45 പരിശുദ്ധ കുർബാന ആരംഭിക്കണമെന്ന് അച്ഛൻ അറിയാൻ പാടില്ലേ? ഇങ്ങനത്തെ അച്ഛന്മാരെ ഞങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ.